പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുക. നിങ്ങളോടൊപ്പം ജീവിതത്തിലെ വ്യത്യസ്തമായ തുറകളിൽ ജീവിക്കുന്ന കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും പരിചയപ്പെടുത്തുന്ന ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ ദാസി സിസ്റ്റർ ഇന്ദു ഉണ്ണികൃഷ്ണനാണ്. കർത്താവിന്റെ ദാസി സിസ്റ്റർ ഇന്ദു ഉണ്ണികൃഷ്ണനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളും. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? കർത്താവിന്റെ ദാസി എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിൽ എടക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. വീട്ടിൽ ഇപ്പോൾ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. എനിക്ക് 2 മക്കളാണുള്ളത്. മോന് ജോയൽ, മോൾ അക്സ. രണ്ടുപേരും ഇവിടെ ഇല്ല. അവര് ബാംഗ്ലൂരായിരിക്കുന്നു. മോന് ഒരു ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്നു, മോള് പഠനത്തിലായിരിക്കുന്നു. ഓക്കെ, കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററിന് തുടർന്ന് കർത്താവിന്റെ കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസിക്ക് മാതാപിതാക്കന്മാരെ കുറിച്ച്, സഹോദരങ്ങളെ കുറിച്ച്, ബാല്യകാലത്തെ കുറിച്ച്, വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുടർമാനമായി സംസാരിക്കാം. ആദ്യമായി ബഹുമാനപ്പെട്ട അരോമ ടിവിയുടെ നേതൃത്വം വഹിക്കുന്ന ഡാനിയൽ പാസ്റ്റർക്കും ഫാമിലിക്കും, അതുപോലെ അരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് മുൻപേ പറഞ്ഞതുപോലെ ഇന്ദു ഉണ്ണികൃഷ്ണൻ എന്നാണ്. എൻ്റെ മാതാപിതാക്കള് 3 സഹോദരങ്ങൾ അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങൾ 3 പെൺമക്കളാണ്. എൻ്റെ സ്വദേശം റാന്നി മോതിരവേൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ സ്വദേശം. അച്ഛനും അമ്മയും സുവിശേഷ വേലയിലായിരിക്കുന്നു. ഏറ്റവും ഇളയ വ്യക്തിയാണ് ഞാന്. ഞങ്ങളെ ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ പിതാവ് ഒരു മദ്യപാനി ആയിരുന്നു, മാതാവ് ഒരു രോഗിയുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം പുറകോട്ട് തിരിഞ്ഞു നോക്കിയ ഒത്തിരി പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും മധ്യയായിരുന്നു. എന്നാൽ അവിടുന്നൊക്കെയും കർത്താവ് ഞങ്ങളെ വിടുവിച്ചു. എൻ്റെ 10ാമത്തെ വയസ്സിലാണ് ഞങ്ങൾ ഈ വിശ്വാസ മാർഗത്തിലേക്ക് കടന്നു വരുന്നത്. പിതാവിന്റെ മദ്യപാന നിമിത്തം കുടുംബത്തിൽ സമാധാനമില്ലായിരുന്നു, സന്തോഷമില്ലായിരുന്നു. എന്നാൽ എൻ്റെ മാതാവ് ഓരോ ദിവസവും തലവേദനയായിരുന്നു അമ്മയുടെ ആരംഭം. അങ്ങനെ ഞങ്ങളുടേതായ അന്നത്തെ ആ രീതിയിൽ ഒത്തിരി നേർച്ച കാഴ്ചകളൊക്കെയും ചെയ്തു, ആശുപത്രിയിലൊക്കെയും കടന്നുപോയി. എന്നാൽ അമ്മയ്ക്ക് ഒരു ആശ്വാസം ലഭിക്കാൻ ഇടയായില്ല. അങ്ങനെ റാന്നി മേനാന്തോടം എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ അമ്മേനെ അഡ്മിറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. ഇപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഇല്ല. അന്ന് 88-ലാണ് എൻ്റെ മാതാവിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർമാരുടെ മാറി മാറിയുള്ള പരിശോധനയിൽ എന്താണ് രോഗമെന്ന് ആർക്കും ആദ്യം വെളിപ്പെട്ടില്ല. എന്നാൽ അമ്മയ്ക്ക് ശക്തമായ തലവേദനയാണ് അമ്മയെ വളരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോൾ പറഞ്ഞു, തലയ്ക്കകത്ത് പഴുപ്പുണ്ട്, അതുകൊണ്ട് അമ്മയുടെ കണ്ണിന് നേരെയുള്ള പല്ലൊക്കെ എടുത്തു മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ കണ്ണിന് നേരെയുള്ള പല്ലൊക്കെ എടുത്തു മാറ്റി. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഈ പഴുപ്പ് നീക്കം ചെയ്യണമെങ്കിൽ നട്ടല് കിഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മാതാവിന്റെ നട്ടല് കിഴിപ്പാനിടയായി. നട്ടല് കിഴിച്ചതോടുകൂടി മാതാവിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു. ശരീരം തളർന്ന ഒരു അവസ്ഥയിൽ ആശുപത്രി കിടക്കയിലായിരിക്കുന്നു. അങ്ങനെ മാതാവ് എല്ലാം കൊണ്ടും വളരെയധികം, അമ്മയ്ക്ക് അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 28 വയസ്സ് മാത്രമേ ഉള്ളൂ, എനിക്ക് 10 വയസ്സാണ്. അങ്ങനെ എല്ലാം കൊണ്ടും വല്ലാത്തൊരവസ്ഥയിൽ കൂടെ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. പിതാവിന്റെ മദ്യപാന നിമിത്തം മാതാവിന് ഒരു സ്വസ്ഥതയും സമാധാനവും ലഭിച്ചിട്ടില്ല. എന്നാലും ഞങ്ങളുടെ കുടുംബം ഒരു വശം നോക്കുവാണെങ്കിൽ മാതാപിതാക്കൾ നല്ല സ്നേഹത്തിലും നല്ല സന്തോഷത്തിലുമാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അതിന്റെ അമ്മയുടെ റിസൾട്ട് വന്നപ്പോൾ അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്ന് അറിയുവാൻ തക്കവണ്ണം ഇടയായി. എന്നേക്ക് 34 വർഷം മുമ്പാണ്. അന്ന് ഈ ബ്രെയിൻ ട്യൂമർ എന്നുള്ളതായ മരുന്നുകളൊന്നുമില്ല. അമ്മയ്ക്ക് വേദന വരുമ്പോൾ വേദന സംഹാരി കൊടുത്ത് അമ്മ ഒരു മയക്കത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരുന്നു.
അങ്ങനെ എല്ലാ ആശ്രയങ്ങളും നഷ്ടപ്പെട്ടു. ഇനി യാതൊരു ആശ്രയവുമില്ല. വിടിയിപ്പാൻ ആ ദൈവമല്ലാതെ ആരുമില്ലാത്തൊരവസ്ഥയിൽ ആശുപത്രി കിടക്കയിലായിരിക്കുന്നു. അപ്പോൾ അമ്മ കിടക്കുന്ന ബെഡിനടുത്ത് ഒരു മാതാവ് കിടപ്പുണ്ടായിരുന്നു. അമ്മച്ചി ഒരു യേശുവിനെ വിശ്വസിക്കുന്ന ഒരു അമ്മച്ചി ആയിരുന്നു. അപ്പോൾ ഈ അമ്മച്ചി എൻ്റെ മാതാവ് തനിയെ ആയിരിക്കുന്ന സമയത്തൊക്കെ എൻ്റെ മാതാവിന്റെ അടുത്ത് വന്നിരുന്നു പറയും, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ദീനക്കാർക്ക് വൈദ്യനാണ്, അവൻ പാപികളെ രക്ഷിക്കുന്ന ദൈവമാണ്, സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കുന്ന ദൈവമാണെന്ന് ഈ അമ്മച്ചി ഇങ്ങനെ എൻ്റെ മാതാവിനോട് പറയും. ഒരു റേഡിയോ തുറന്നു വെച്ച് എങ്ങനെ സംസാരിക്കുന്നു അതുപോലെ ഈ അമ്മച്ചി യേശുവിനെ കുറിച്ച് അമ്മയോട് പറയും. പക്ഷെ അമ്മയുടെ പ്രതികരണം, അമ്മയ്ക്ക് സംസാരിപ്പാൻ കഴിയാത്തത് കൊണ്ട് അമ്മയുടെ പ്രതികരണം എന്തെന്ന് ഈ അമ്മച്ചിക്ക് അറിയത്തില്ലായിരുന്നു. എങ്കിലും അമ്മച്ചി യേശുവിനെ കുറിച്ച് ഇങ്ങനെ തുടർമാനം പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ പിതാവ് പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിനോടോ പെന്തക്കോസ്ത് സമൂഹത്തിനോടോ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പിതാവ്. അങ്ങനെ എൻ്റെ പിതാവില്ലാത്ത സമയത്താണ് യേശുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം അമ്മയ്ക്ക് അസുഖമൊക്കെ ഇങ്ങനെ മൂർച്ഛിക്കുവാനിടയായി. ഡോക്ടർമാരൊക്കെയും പറയുവാനിടയായി, വൈദ്യശാസ്ത്രത്തിന് പരിമിതികളുണ്ട്, അതുകൊണ്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ചെയ്തോളാനൊക്കെയും ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട് അമ്മയ്ക്ക് രോഗം മൂർച്ഛിച്ച് എന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ദിവസം അമ്മ രാവിലെ ഡോക്ടർമാർ അമ്മയെ പരിശോധിക്കുവാൻ കടന്നു വന്നപ്പോൾ ഡോക്ടർ നേഴ്സുമാരോട് വിവരം കൈമാറി, ഈ ആള് ശരിക്കും ടയേർഡാണ്, അവരുടെ ജീവൻ ഏത് സമയവും അപകടത്തിലാകാമെന്ന് ഡോക്ടർമാരോ ഇങ്ങനെ നേഴ്സുമാരോട് വിവരം കൈമാറി. അപ്പോൾ എൻ്റെ മാതാവിന് മനസ്സിലായി അമ്മ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട സമയമായി അമ്മയ്ക്ക് മനസ്സിലായി. പക്ഷേ ഈ യേശുവിനെ കുറിച്ചുള്ള പറഞ്ഞതായ ആ സന്ദേശമൊക്കെ എൻ്റെ മാതാവിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ക്രിയ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, യേശുവെ എന്നെ വിടിവിപ്പാൻ ആരുമില്ല, ഞാൻ ഇപ്പോൾ മരിച്ചാൽ എൻ്റെ 3 പെൺമക്കളും അനാഥരായിത്തീരും. എൻ്റെ ഭർത്താവിന്റെ കയ്യിൽ ഈ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുവാൻ പറ്റത്തില്ല, കാരണം പിതാവ് ഒരു മദ്യപാനിയാണ്. അതോടൊപ്പം തന്നെ വലിയൊരു കടഭാരം ഞങ്ങളുടെ മുന്നിൽ ശേഷിച്ചിരിക്കുന്നു. അങ്ങനെ അമ്മ ഇങ്ങനെ തന്റെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ വിധിപ്പിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് എന്നെ സഹായിക്കണമേ എന്നൊക്കെ അമ്മ ഇങ്ങനെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് അമ്മ പറഞ്ഞു തന്ന അനുഭവമാണിത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മയെ ഡോക്ടർ വന്ന് പരിശോധിക്കുമ്പോഴും വല്ലാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ അമ്മ ഒരു വലിയ ഒരു മയക്കത്തിലേക്ക് കടന്നു പോകുവാനിടയായി. അപ്പോൾ ഡോക്ടർമാര് പൾസ് നോക്കിയിട്ട് കിട്ടുന്നില്ല. പക്ഷെ അമ്മ ദൃഷ്ടിയൊക്കെയും മറിച്ച് ഒരു മയക്കത്തിലേക്ക് വഴുതിപ്പോയി. അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ ചരിഞ്ഞിരുന്ന് ഛർദ്ദിക്കുന്നത് കണ്ടു. ഉള്ളിലെ പഴുപ്പൊക്കെയും പുറത്തുപോയി. അപ്പോൾ അതിനു മുമ്പേ ഒരു സംഭവം നടന്നു. ഈ അമ്മ രോഗാവസ്ഥയിലേക്ക് മൂർച്ഛിക്കുന്നതിന് മുമ്പേ ഈ അമ്മച്ചിയുടെ ചർച്ചിലെ ദേവദാസൻ കടന്നു വരുവാനിടയായി. റാന്നി അത്തിക്കയം കണ്ണമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ജോൺ ഉപദേശി എന്നാണ് ദേവദാസന്റെ പേര്. ആ ദേവദാസന് CSI വിഭാഗത്തിൽപ്പെട്ട ഒരു ദേവദാസനായിരുന്നു. അപ്പോൾ ഈ അമ്മച്ചിയെ കാണാൻ വേണ്ടിയാണ് ഈ ദേവദാസൻ കടന്നു വന്നത്. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, ഉപദേശി എനിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ അടുത്ത് കിടക്കുന്ന ഈ ഓമന എന്ന് പറഞ്ഞ വ്യക്തി ഏത് സമയവും മരണത്തിലേക്ക് പോകുന്നതാണ് ഡോക്ടർമാരുടെ വിധി, അതുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മച്ചിക്ക് ഞങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ കണ്ട് ഭയങ്കര സങ്കടമായിരുന്നു. 3 പെൺകുഞ്ഞുങ്ങളാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ദേവദാസന അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു പുതിയ നിയമവും കുറച്ച് സുവിശേഷ പ്രതികളൊക്കെ അമ്മയുടെ കൈ വെച്ചു കൊടുത്തിട്ടാണ് പോയതിനു ശേഷമാണ് അമ്മയ്ക്ക് ഈ രോഗം മൂർച്ഛിക്കുവാനിടയായത്. പക്ഷേ ഈ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മ ബൈബിൾ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു, പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ നിർദ്ദേശപ്രകാരവും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം എൻ്റെ മാതാവിനെ ഈ ദേവദാസൻ പാർക്കുന്ന റാന്നി കണ്ണമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാനിടയായി. അവിടുത്തെ ദൈവമക്കൾ എല്ലാവരും കൂടിയിരുന്ന അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. ഏകദേശം 4 ദിവസം ആ പ്രാർത്ഥന നീണ്ടു നിൽപ്പാനിടയായി. 4ാമത്തെ ദിവസം എൻ്റെ മാതാവ് എഴുന്നേറ്റിരുന്നു. സംസാരശേഷി നഷ്ടപ്പെട്ട എൻ്റെ മാതാവിന് സംസാരശേഷി വീണ്ടും കിട്ടുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ അമ്മ ഇങ്ങനെ അവിടെ വെച്ച് ഒരു കാര്യം പറയുവാനിടയായി. ദൈവദാസൻ വന്ന് പ്രാർത്ഥിച്ചു പോയതിനു ശേഷം അമ്മയ്ക്ക് മനസ്സിലായി, വിടുവിക്കുന്ന ഒരു ദൈവമാണ് യേശു കർത്താവ്. അപ്പോൾ ആ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായി എന്നെ വിടുവിക്കുമെന്നുള്ള ഒരു സമാധാനം അമ്മയുടെ ഹൃദയത്തിൽ കടന്നു വന്നു. അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവേ നീ എന്നെ സഹായിക്കണമെന്ന്. അപ്പോൾ അമ്മ ഇങ്ങനെ ഒരു സ്വപ്നം കാണുവാനിടയായി. ഒരു ക്ലോക്ക് അമ്മയുടെ മുൻപിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ക്ലോക്ക് 12 മണി വരെ ഓടിയിട്ടുണ്ട്. എന്നിട്ട് ആ
സൂചി നിശ്ചലമാ, ബാക്കോട്ടുമില്ല ഫ്രണ്ടിലോട്ടുമില്ല, ആ സൂചി നിശ്ചലമാ. എന്നിട്ട് ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കാം, മകളെ നിന്റെ ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ചിരിക്കുന്നു, നീ വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവായ യേശുവിൽ വിശ്വസിക്ക, ഞാൻ നിന്നെ സൗഖ്യമാക്കാമെന്ന്. അപ്പോൾ അമ്മ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അമ്മയുടെ ചുറ്റുമാറില്ല. അപ്പൊ അമ്മ ഇങ്ങനെ ഓർത്തു, ഈ പോയ പാർശ്വ കടന്നു വന്നതായിരിക്കുമെന്ന് അമ്മ ഇങ്ങനെ ചിന്തിച്ചു. പക്ഷെ ആരും അമ്മയുടെ അടുത്തില്ല. 3 പ്രാവശ്യം ഈ സൗണ്ട് ഉണ്ടായി, മകളെ നിന്റെ ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ചിരിക്കുന്നു, വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, ഞാൻ നിന്നെ സൗഖ്യമാക്കുമെന്ന്. അപ്പോൾ അമ്മ ഇങ്ങനെ മനസ്സിലായി, അന്ന് ഒരു ഹൈന്ദവ രീതിയിലായതുകൊണ്ട് അമ്മയ്ക്ക് മനസ്സിലായി എന്തോ ഒരു അശരീരി എന്നാണ് അമ്മ പറയുവാനിടയായത്, ഇങ്ങനെ മുഴങ്ങി എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അപ്പോൾ അമ്മ ആ ദൈവശബ്ദത്തിന് സമർപ്പിച്ചു കൊടുത്ത്, കർത്താവെ നീ എന്നെ വിടുവിക്കുവാണെങ്കിൽ നിനക്ക് വേണ്ടി ജീവിക്കാം എന്ന് അമ്മ തീരുമാനമെടുത്തു. അമ്മയുടെ ശരീരത്തിന്മേൽ അമ്മ പറയുന്ന ഒരു വെള്ള വസ്ത്രം ധരിപ്പിച്ചു. അമ്മയ്ക്ക് ചരിഞ്ഞിരുന്ന അമ്മയുടെ ഉള്ളിലെ പഴുപ്പൊക്കെയും പുറത്തു പോകുവാനിടയായി. അങ്ങനെ എൻ്റെ മാതാവ് സൗഖ്യത്തോടെ ഭവനത്തിലേക്ക് കടന്നു വന്നു. പിന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അവർ പറഞ്ഞു, 1 വർഷം അല്ലെങ്കിൽ 6 മാസത്തിൽ കൂടെ എൻ്റെ മാതാവ് ജീവിച്ചിരിക്കയില്ല എന്ന് വൈദ്യശാസ്ത്രപരമായി പറഞ്ഞു. എന്നാൽ അമ്മ അന്ന് തീരുമാനമെടുത്തു, ഇനിയും ഈ രോഗത്തിന് ഞാൻ മരുന്ന് കഴിക്കില്ല, കാരണം എൻ്റെ യേശു എന്നെ സ്പർശിച്ചു, എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കുന്ന. വിശുദ്ധ ബൈബിൾ പറയുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് അമ്മയ്ക്ക് മനസ്സിലായി, മരണത്തിൽ നിന്ന് വിടുവിച്ചവൻ കർത്താവാണ്, ആ കർത്താവ് എന്നെ സ്പർശിച്ചു, ഇനി അതിനുവേണ്ടി ഞാൻ ഒരു മരുന്ന് എടുക്കില്ല നമ്മ തീരുമാനമെടുത്തു. അങ്ങനെ അമ്മ പ്രാർത്ഥനയ്ക്കൊക്കെയും കടന്നുപോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഒരു CSI പശ്ചാത്തലത്തിലാണ് അമ്മ പ്രാർത്ഥനയ്ക്ക് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അമ്മ ധാരാളം വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ബൈബിള് അമ്മ ആർത്തിയോട് വായിപ്പാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ മനസ്സിലായി, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്നൊക്കെ അമ്മ ദൈവവചനം വായിച്ചപ്പോൾ അമ്മയ്ക്ക് അത് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ എബ്രായ ലേഖനം പറയുന്നു, ഒരിക്കൽ ഒരു മരണം, പിന്നെ ഒരു ന്യായവിധി മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നുവെന്ന്. അപ്പോൾ ഇതൊക്കെ അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ വായിച്ചപ്പോൾ അമ്മയ്ക്ക് ആദ്യം ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല, എങ്കിലും അതിനെക്കുറിച്ച് ദേവദാസനോട് പറയുകയും അങ്ങനെ ദേവദാസന്റെ നിർദ്ദേശപ്രകാരം അവിടെ സ്നാനമില്ല എന്ന് പറയുകയും ഞങ്ങൾ ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയിലേക്ക് അമ്മ കടന്നു പോകുവാൻ ഇടയായി. അപ്പോൾ എൻ്റെ മൂത്ത സഹോദരിമാർ 2 പേരെയും അച്ഛൻ്റെ പെങ്ങന്മാര് വന്ന് കൊണ്ടുപോയി. അവർക്ക് സൗഖ്യം ഇഷ്ടമായിരുന്നുവെങ്കിലും ഈ ഒരു വിശ്വാസത്തോട് അവർക്കൊക്കെയും എതിർപ്പായിരുന്നു. അങ്ങനെ ഞാൻ അന്ന് 10 വയസ്സുള്ളത് കൊണ്ട് എൻ്റെ മാതാവിൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് കടന്നു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഏകദേശം 6 മാസത്തോളം അടുത്താകാറായി അമ്മ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരുന്ന അന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഓണ ദിവസമാണ്. അപ്പൊ അമ്മ പ്രാർത്ഥനയ്ക്ക് കടന്നു പോയി. അവിടെ ചെന്നപ്പോൾ ദേവദാസനോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ ദേവദാസൻ പറഞ്ഞു, നിങ്ങൾ ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയിലേക്ക് കടന്നു പോയിക്കോ, ഇവിടെ സ്നാനമില്ലാന്ന്. അങ്ങനെ ഞാനും എൻ്റെ മാതാവും ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ചർച്ചിൽ കടന്നു പോകുവാനിടയായി. അത് റാന്നി ഉരുളി എന്ന് പറയും, SP ജോൺസൺ പാസ്റ്ററുടെ ചർച്ചിലേക്ക് കടന്നു പോകുവാനിടയായി. അപ്പോൾ അവിടെ കടന്നു ചെന്നപ്പോൾ ദേവദാസൻ ഇങ്ങനെ ആലോചനകളൊക്കെയും പറയുവാനിടയായി. പുറകോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എന്നെ പ്രസവിച്ച് ഒരു 56 ദിവസം വരെയും എനിക്ക് കരച്ചിലായിരുന്നു. കാരണം വീട്ടിൽ എല്ലാവർക്കും അസഹ്യമാകുന്ന ഒരു അനുഭവമായിരുന്നു, കാരണം നിർത്താതെയുള്ള കരച്ചിൽ. അങ്ങനെ വീട്ടുകാരെല്ലാം ഭയങ്കരമായി ബുദ്ധിമുട്ടില്ല. അച്ഛൻ്റെ അമ്മയ്ക്കൊക്കെയും ഭയങ്കര ഈർഷ്യയായിരുന്നു എന്നോട്, കാരണം എനിക്ക് 56 ദിവസമേ ഉള്ളൂ എങ്കിലും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ വേണ്ടായിരുന്നു എന്നുള്ള ഒരു ചിന്തയായിരുന്നു വെല്ലിച്ചനും വെല്ലുമ്മയ്ക്കൊക്കെയും. എന്നാൽ അങ്ങനെ അമ്മ സഹിക്കട്ടെ, അമ്മ മാതാവാണല്ലോ, അമ്മയ്ക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങളുടെ അടുത്ത ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് നടന്നു. അന്ന് പിന്നെ അടുത്ത ചർച്ചക്കോടിലെ പാപ്പച്ചൻ പാസ്റ്റർ എന്ന് പറയും, അവർക്ക് റാന്നി മില്ലൊക്കെ ഉണ്ട്, സണ്ണിച്ചായ എന്ന് പറയും, ചിരട്ടക്കാട്ടെ പാപ്പച്ചായ എന്ന് പറയും. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ദേവദാസൻ അവരുടെ വീടിന്റെ മേളിലായിട്ട് ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ ഈ പാപ്പച്ചായൻ പാസ്റ്ററുടെ അമ്മാമ്മ എപ്പോഴും യേശുവിനെ കുറിച്ചൊക്കെ പണ്ട് അമ്മയോട് പറയുമായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് കുടുംബത്തിൽ നിന്ന് യേശുവിനെ കുറിച്ച് ഇഷ്ടമാണെങ്കിലും അമ്മയ്ക്ക് യേശുവിനെ കുറിച്ച് ഇഷ്ടമാണെങ്കിലും ആരാധനയ്ക്ക് പോകാനുള്ള സ്വാതന്ത്ര്യങ്ങളൊന്നും ഭവനത്തിലില്ലായിരുന്നു. കാരണം അച്ചാച്ചന്റെ വീട്ടുകാർ വലിയ വെച്ചാരാധനയും ഒരു
ഭയങ്കര ഹൈന്ദവ ഭക്തരായതുകൊണ്ട് എല്ലാ വർഷവും നോമ്പ് നോക്കി ശബരിമല, പളനി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന വ്യക്തി ആയതുകൊണ്ട് ഒരിക്കലും അവർക്ക് പെന്തിക്കോസ്തുകാരോട് അടുക്കുവാനൊന്നും കഴിഞ്ഞില്ല. എന്നാൽ എൻ്റെ അമ്മ, എൻ്റെ കരച്ചിലിന്റെ സഹി കെട്ട അമ്മ ഈ പ്രാർത്ഥനയുടെ ഫ്രണ്ടിൽ എന്നെ കൊണ്ടിടുവാനിടയായി. 56 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മ അവിടെ കൊണ്ടിട്ടിട്ട് വെളിയിൽ കാത്തു നിന്നപ്പോൾ ഒരു ദേവദാസൻ അമ്മയോട് ഇങ്ങനെ ആലോചന പറഞ്ഞു, നീ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണം, നിന്നെ ഉദരത്തിലെ വെച്ച് ദൈവം കണ്ടിരിക്കുന്നതാണ്, നീ മടങ്ങി വരണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പക്ഷെ അമ്മയ്ക്ക് അന്ന് ഈ ദൈവാലോചന എന്താണോ അതിനെക്കുറിച്ചുള്ള തിരിച്ചറിയാനുള്ള ഗ്രാഹ്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് ദേവദാസൻ പറഞ്ഞു, ഈ കുഞ്ഞിനെ വിടുവിക്കും, പക്ഷെ ഇവളെ ദൈവവേലയ്ക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് അന്നേരം എൻ്റെ ഒരു വിടുതലാണ് ആവശ്യം. അങ്ങനെ യേശുവിനെ കുറിച്ചുള്ള കൂടുതലായുള്ള അറിവൊന്നും അമ്മയ്ക്ക് ഇല്ലായിരുന്നു. അമ്മ അവിടെ വെച്ച് ഇങ്ങനെ സമർപ്പിച്ചു, യേശുവിന് വേണ്ടി ഇവളെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അമ്മ ഇടയ്ക്ക് വന്ന് നോക്കുമ്പോൾ എനിക്ക് യാതൊരു കരച്ചിലുമില്ല, ഞാന് അനങ്ങാതെ അവിടെ കളിച്ചുകൊണ്ട് കിടക്കുന്നതായിട്ട് കാണുവാനിടയായി. പ്രാർത്ഥന കഴിഞ്ഞ് അമ്മ എന്നെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ എനിക്ക് സൗഖ്യം ലഭിച്ചു. പക്ഷെ അതൊക്കെയും പിന്നീട് മറന്നുപോയി. അതിനുശേഷം കുറെ വർഷം, 10ാമത്തെ വർഷമാണ് ദൈവം അമ്മേനെ സ്പർശിക്കുവാനിടയായത്. അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ അച്ചാച്ചന്റെ മനസ്സിൽ എപ്പോഴും അമ്മ മരിച്ചു പോകുന്നുള്ള ചിന്തയാണ്. ഡോക്ടർമാർ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥനയും കഴിഞ്ഞു വന്നപ്പോൾ എൻ്റെ പിതാവ് മദ്യപിച്ചിരിക്കുന്നത് കാണുവാനിടയായി. അപ്പോൾ അത് അമ്മയ്ക്ക് വളരെയധികം പ്രയാസമുണ്ടാകുവാനിടയായി. കാരണം ഇത്രത്തോളം സൗഖ്യം തന്നു, യേശുവിനെ അറിഞ്ഞില്ല എങ്കിൽ തന്നെ ഈ മദ്യപാനത്തിനോടൊരു വിട പറയുവാൻ എൻ്റെ പിതാവിന് കഴിഞ്ഞില്ല എന്നുള്ള സങ്കടം അമ്മയെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ അമ്മ ചോദിച്ച്, എന്തിനാ മദ്യപിച്ചേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് സമാധാനമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, സമാധാനം തരുന്ന ഒരു യേശു ഉണ്ട്, യേശുവിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് യേശുവിനെ കുറിച്ച് അമ്മയോട് പറയുവാനിടയായി. അപ്പോൾ എൻ്റെ പിതാവ് ഇങ്ങനെ പറഞ്ഞു, എടി നീ എത്ര പ്രാർത്ഥനയ്ക്ക് പോയാലും നിന്നെ കുറിച്ച് ഡോക്ടർമാർ ഒരു വിധി കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നോട് എൻ്റെ അമ്മ പറഞ്ഞു, ഇല്ല, ഞാൻ മരിക്കത്തില്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു, എഗസ്ത്യാവ് എന്ന് പറഞ്ഞൊരു മനുഷ്യന് മരിക്കത്തക്ക രോഗം പിടിപെട്ടു. എന്നാൽ പ്രാർത്ഥനയുടെ ഫലമായിട്ട് 15 വർഷം ഐസ്ക്യാവിന് ദൈവം ആയുസ് നീട്ടി കൊടുത്തു എന്നുള്ള കഥ എൻ്റെ പിതാവിനോട് അമ്മ വിവരിച്ചു പറയുവാൻ തക്കവണ്ണം ഇടയായി. എന്നിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ മരിക്കയില്ല, ജീവനോടിരുന്ന് എൻ്റെ തലമുറകളെ കണ്ട് എല്ലാം സന്തോഷത്തോടെ അനുഭവിച്ചിട്ടേ ഞാൻ മരിക്കുകയുള്ളൂ എന്ന് എൻ്റെ പിതാവിനോട് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാൻ ഈ യേശുവിനെ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുവാനിടയായി, ഈ യേശുവിനെ അനുഗമിക്കണമെങ്കിൽ മദ്യപാനമോ പുകവലിയോ ഇതൊന്നും പാടില്ല. ഇതൊക്കെ വിട്ട് കളയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യേശുവിനെ അനുഗമിപ്പാനും സ്വർഗത്തിൽ പോകുവാനും ഇടയാകത്തുള്ളൂ. കാരണം ഒരു നരകമുണ്ട്, ഒരു സ്വർഗമുണ്ട്. അത് മനുഷ്യനെ അത് 2 വഴിയിലേക്കാണ് തിരിക്കുന്നത്. യേശു കർത്താവിനെ അറിഞ്ഞ് രക്ഷയുടെ പാതയിൽ സ്ഥാനപ്പെട്ട ദൈവകൃപയിൽ പോകുവാണെങ്കിൽ നിത്യമായ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാം. അല്ലെങ്കിൽ മദ്യപിച്ചും ഈ ലോകത്തിന്റെ വഴികളിൽ കൂടെ കടന്നുപോയാൽ നരകത്തിൽ എത്തിച്ചേരുമെന്നുള്ളതായ സന്ദേശം എൻ്റെ പിതാവിനോട് അമ്മ പറയുകയും എൻ്റെ പിതാവ് അത് അന്നേരം തന്നെ ഏറ്റെടുക്കുകയും. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ സാക്ഷിയാണ്. അച്ഛന്റെ കയ്യിൽ അല്പം മദ്യം ഉണ്ടായിരുന്നു, അമ്മ പ്രാർത്ഥിച്ച് അത് കൊടുത്തു. എൻ്റെ പിതാവിന്റെ നാവിന്മേൽ അത് രുചിപ്പാൻ കഴിയുന്നില്ല, അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അന്ന് എൻ്റെ പിതാവ് ആ മദ്യപാനം നിർത്തുവാനും 1988 നവംബർ 26-ാം തീയതി 2 പേരും ജലത്തിൽ സ്നാനപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. എൻ്റെ പിതാവിന്റെ മദ്യപാനം മാറുവാനിടയായി. എൻ്റെ പിതാവിനെ സംബന്ധിച്ച് സ്നേഹമുള്ളൊരു പിതാവാണ്, എങ്കിൽ തന്നെയും ഭയങ്കര കർക്കശനായിരുന്നു. ഞങ്ങൾ 3 പെൺകുഞ്ഞുങ്ങളായതുകൊണ്ട് ഞങ്ങളെ വളരെ അടക്കും ചിട്ടയോടും കൂടിയാണ് വളർത്തിയത്. എവിടെ പോയാലും ഞങ്ങളെ കൊണ്ടുപോകും, അതുപോലെ തന്നെ തിരിച്ചു വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെ വളരെ കർക്കശമായിട്ടാണ് ഞങ്ങളെ, എന്നാൽ എന്നോടൊപ്പം വലിയ സ്നേഹവും എൻ്റെ പിതാവ് തന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ പിന്നീടുള്ള കാലയളവ് ഞങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ട്രെയിനിങ് പീരീഡ് എന്ന് പറയുവാൻ കഴിയും. കാരണം ദൈവത്തിന്റെ വചനം നമ്മൾ ആദ്യോടൊന്നും പഠിക്കുമ്പോൾ ടെസ്റ്റ് ഇല്ലാതെ ഒരു വിജയമില്ല. പരീക്ഷയോടുകൂടി മാത്രമേ കർത്താവ് പോക്കുവഴി ഒരുക്കുള്ളൂ. കാരണം കർത്താവിനെ അറിയുന്ന ഓരോ വ്യക്തിയും അവൻ ട്രെയിനിങ് കൂടെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലായെങ്കിൽ നമ്മൾ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുകയില്ല, നമ്മൾ പെട്ടെന്ന് തകർന്നു പോകും. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അനവധി പ്രതിസന്ധികൾ കടന്നു
വന്നു. ഞങ്ങള് വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങള് പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നപ്പോൾ ഒരു ദേവദാസി ഇങ്ങനെ ആലോചന പറഞ്ഞു, നിങ്ങളുടെ ഭവനത്തിലെ ഉപ്പുചിരട്ട വരെയും വിറ്റ് പോകേണ്ട അനുഭവം കടന്നു വരുന്നുവെന്ന്. തുമ്പോന്തര കുഞ്ഞുടിച്ചാന്റെ അമ്മാമ്മ ലീലമ്മാമ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആലോചന പറഞ്ഞത്. അപ്പൊ ഞങ്ങൾക്ക് അന്ന് ദൈവാലോചന എന്തെന്നോ അതിനെക്കുറിച്ചുള്ളതായ ഒന്നും അറിയത്തില്ലായിരുന്നു. അന്ന് ഞങ്ങൾക്ക് കേട്ടപ്പോ തന്നെ വീട്ടിലെ അമ്മയും അച്ചാച്ചനും ഒക്കെ ഇങ്ങനെ പറഞ്ഞു, ഇതന്നെ ഇവരിങ്ങനെ പറയുന്നേ, നമ്മുടെ എല്ലാം വിറ്റുപോകുന്നാണല്ലോ പറയുന്നേന്ന്. അങ്ങനെ ആ ദേവദാസി പറഞ്ഞ ദൈവാലോചന പ്രകാരം തന്നെ ഞങ്ങളുടെ വീട്ടിലെ അമ്മേനെ ചികിത്സയുള്ള ബന്ധത്തിൽ ഒത്തിരി ബാധ്യതകൾ ഉണ്ടായിരുന്നു. വീട്ടിലെ എല്ലാ സാധനങ്ങളും വിൽക്കേണ്ടി വന്നു. ഞങ്ങളുടെ ഭവനം ശൂന്യമായി തീരുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ഞങ്ങള് ശൂന്യതയുടെ അവസ്ഥയിൽ കൂടെ ഇരുന്നു. എന്നാൽ ദൈവം ഞങ്ങളെ പണിയുവാനിടയായി. അനേക പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ ആഞ്ഞടിക്കുവാനിടയായി. കാരണം പട്ടിണി, എന്റെ പിതാവ് നേരത്തെ നല്ലൊരു ജോലിയുടെ ഉടമയായിരുന്നു. റാന്നി CB മാർട്ടിന്റെ കടയിലെ ജോലിയായിരുന്നു. അതൊക്കെ നഷ്ടപ്പെടുവാനിടയായി. എന്നാൽ എൻ്റെ അച്ഛനെ മറ്റു കൂലിപ്പണിക്ക് അങ്ങനെ പോയി ഒരു ശീലമില്ലാത്തത് കൊണ്ടും ഞങ്ങൾ വിശ്വാസത്തിൽ വന്നതുകൊണ്ട് പലർക്കും ഞങ്ങളോട് എതിർപ്പും വിരോധവുമായിരുന്നു. ജോലി ചെന്ന് ചോദിക്കുമ്പോൾ പലരും ജോലി തരത്തില്ല. അപ്പോൾ ഇങ്ങനെ പറയും, ഞങ്ങൾ ചെട്ടിപ്പിള്ളമാരായിരുന്നു, ചെട്ടി ഉപദേശിക്ക് ദൈവം നൂലെ കെട്ടി ഇറക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഒത്തിരി പ്രതിസന്ധികൾ കൂടെ കടന്നുപോയി. അമ്മയുടെ ആൾക്കാരൊക്കെയും അടുത്തുണ്ട്, അവരൊക്കെ നല്ല സുഭിക്ഷമായി ജീവിക്കുന്നുവെങ്കിലും പലപ്പോഴും ഞങ്ങളുടെ ഭവനത്തിൽ പട്ടിണിയാണ്. എന്നാൽ എൻ്റെ പിതാവും മാതാവും ഞങ്ങളോട് പറയും, നമ്മുടെ ബുദ്ധിമുട്ട് ആരോടും പറയരുത്, നമ്മുടെ വയറ് മുറുക്കി ഉടുത്തോണമെന്ന് ഞങ്ങളോട് പറയുമായിരുന്നു. ഞങ്ങൾ 3 പെൺമക്കളാണെങ്കിലും ഞങ്ങളുടെ ശരീരം കണ്ട ആരും പറയത്തില്ല ഞങ്ങളുടെ വീട്ടിൽ പട്ടിണിയാണെന്ന്. കാരണം ഞങ്ങള് പഴങ്ങഞ്ഞിയാ കുടിക്കുന്നെങ്കിലും നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ദാനിയേലും കൂട്ടനും ശാഖപദാർത്ഥം കഴിച്ചവര് അവരുടെ ശരീരം നല്ല അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ദൈവവചനം വായിക്കുന്നു. മാംസാദികളും മറ്റും കഴിച്ചവര് അവർക്ക് അത്രയും തേജസ് ലഭിച്ചില്ല. എന്നാൽ ഞങ്ങൾക്ക് ആഹാരമില്ലെങ്കിലും ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ നല്ല ആരോഗ്യത്തോടെ ബലത്തോടാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ എൻ്റെ പിതാവും മാതാവും ഞങ്ങളെ വളർത്തുവാൻ വേണ്ടി പച്ചക്കറി കൃഷി, അതുപോലെ അവര് പച്ചക്കറി കടയൊക്കെ നടത്തുവാനിടയായി. ലോൺ എടുത്ത് ഒരു കോപ്പറേറ്റീവ് ബിസിനസ് ഒക്കെ ആരംഭിച്ചു. എന്നാൽ അതെല്ലാം പൊട്ടിപ്പോകുവാനിടയായി. കാരണം അമ്മ ദൈവസനെ തീരുമാനമെടുത്താണ്, കർത്താവിന്റെ വേല ചെയ്തോളാം, ദൈവം എനിക്ക് തരുന്ന വിടുതല് ഞാൻ അനേകരോട് പങ്കുവയ്ക്കാമെന്ന് അമ്മ ദൈവസനെ തീരുമാനമെടുത്തതാണ്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, മാതാപിതാക്കൾക്ക് മനസ്സിലായി, കാരണം ദൈവത്തോടെടുത്ത തീരുമാനത്തിൽ മാറ്റം വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. അങ്ങനെ കച്ചവടം നിർത്തി, കോപ്പറേറ്റീവ് ബിസിനസ് എല്ലാം നിർത്തി. അങ്ങനെ മാതാപിതാക്കളെ ഡെയിലി സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നു പോകുവാനിടയായി. രാവിലെ അവർ പോകും, വൈകിട്ട് വീട്ടിൽ വരും. അനേക ഭവനങ്ങള്, അനേക ദേശങ്ങൾ കയറി ഇറങ്ങി സുവിശേഷം അറിയിപ്പാൻ, അനേകരെ ക്രിസ്തുവിൽ ആദായപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം അവരെ സഹായിച്ചു. ഞാൻ അനുഭവങ്ങൾ ചിന്തിക്കുവാണെങ്കിൽ 3-4 അനുഭവങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കല് ഞങ്ങളുടെ വീട്ടില് ഒന്നും ആഹാരമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഏകദേശം 2 ദിവസത്തോളം കഴിഞ്ഞു. 3-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ നന്നായി പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. പകല് സുവിശേഷ പ്രവർത്തനത്തിന് പോകും. അങ്ങനെ കടന്നു വന്ന് കിടക്കുമ്പോൾ ഞങ്ങളെ കണ്ടിട്ട് മാതാപിതാക്കൾക്ക് ഭയങ്കര പ്രയാസമായി. കാരണം ഞങ്ങൾ പട്ടിണിയോടെ കിടന്നുറങ്ങുന്നു, ആരും സഹായിക്കുവാനില്ലാത്തൊരവസ്ഥ. ആരോട് പറയും? ആരെങ്കിലോടും പറഞ്ഞാൽ ആഹാരം കൊണ്ട് തരും, പക്ഷേ അത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരത്തില്ല, ദൈവനാമം ദുഷിക്കപ്പെടും. അതുകൊണ്ട് എൻ്റെ പിതാവും മാതാവും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം അവർക്കൊരു ദർശനം കൊടുത്തു, കുറച്ച് വാട്ടുകപ്പ് അവരുടെ മുമ്പിൽ ഇരിക്കുന്നതായിട്ട്. അപ്പോൾ ഇങ്ങനെ രണ്ടുപേരും പ്രാർത്ഥന കഴിഞ്ഞ് ദർശനം ഡിസ്കസ് ചെയ്തു പറഞ്ഞു. അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞു, എടി ഈ രാത്രി വാട്ടുകപ്പ് കിട്ടിയാൽ ഈ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ നമ്മൾ കൊടുക്കും? പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പേ ഞങ്ങളുടെ വാതിൽ ഇങ്ങനെ സൈഡ് അന്ന് ഈ തെങ്ങിന്റെ കഥ കാണാൻ അതിന് ഒട്ടം വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇടയ്ക്ക് വിടവുണ്ട്, ആ വിടവിൽ കൂടെ ഒരു സഞ്ചി കടന്നു വരുന്നു. അപ്പോൾ ഇവര് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു സഞ്ചിയാണ്. കതക് തുറന്നു വന്നപ്പോഴത്തേന് ഈ ആള് മുന്നോട്ട് നടന്നു. അപ്പോൾ വിളിച്ചിട്ടെങ്ങും ആ ആള് നിൽക്കുന്നില്ല. പിന്നെയും വിളിച്ച് നടപ്പ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അച്ചാച്ചനും അമ്മയ്ക്കും മനസ്സിലായി, ഞങ്ങളുടെ ചർച്ചിലെ തന്നെ തോമസ് എന്ന് പറഞ്ഞൊരു അച്ചായനാണ്, പാറയിൽ താമസിക്കുന്നതാണ്. അന്നേരം രാവിലെ കാണാൻ
വരാമെന്ന് പറഞ്ഞ് ഈ രാത്രി 12 മണിക്കാണ് ഈ അച്ചായൻ അങ്ങ് കടന്നു പോവുകയും ചെയ്തു. അമ്മയും അച്ചാച്ചനും നോക്കുമ്പോൾ കുറച്ച് വാട്ടുകപ്പയും കുറച്ച് വറ്റൽമുളകും കുറച്ച് ഉപ്പും 5-6 ഉള്ളിയും ഉണ്ട്. രാത്രി തന്നെ അച്ചാച്ചനും അമ്മയും അത് കുതിർത്ത് ഞങ്ങൾക്ക് ആഹാരം തരുവാൻ തക്കവണ്ണം ഇടയായി. ഏലിയാവിന്റെ ദൈവമാണ് നമ്മുടെയും ദൈവം. നമ്മൾ ശോധനകൾ കൂടെ കടന്നു പോയാലും നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾക്ക് അവിടെ മനസ്സിലാകുവാൻ തക്കവണ്ണം ഇടയായത്. അങ്ങനെ അനേക സന്ദർഭങ്ങൾ പട്ടിണിയുടെ കാലങ്ങളിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. ഒരിക്കൽ ഇതുപോലെ ആഹാരമില്ല, ഭയങ്കര ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ റേഷൻ കടയിൽ പോയി മേടിക്കണമെങ്കിൽ പോലും ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. അപ്പോൾ ഒരു ദിവസം രാവിലെ അച്ചാച്ചൻ ഇങ്ങനെ ചിന്തിച്ചു, എന്ത് ചെയ്യും, ആരോട് ചോദിക്കും, എങ്ങനെയാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ പഴിക്കുമോ, എന്താണെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു സണ്ണിച്ചായൻ വന്ന് അച്ചാച്ചനെ വിളിച്ചു. അച്ചായന്റെ വീട് റാന്നി പൂവമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അച്ചായന് റബ്ബർ തോട്ടമുണ്ട്. ചെറുമൂഴി എന്നാണ് അവരുടെ വീട്ടുപേര്. സണ്ണിച്ചായൻ മർത്തോമക്കാരനാണ്. അപ്പോൾ അച്ചാച്ചനെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ അച്ചാച്ചൻ ചിന്തിച്ചു, എന്തെങ്കിലും തോട്ടത്തിൽ പണിക്ക് വല്ലതും വിളിച്ചതായിരിക്കുമെന്ന് ഓർത്തു. അങ്ങനെ സണ്ണിച്ചായന്റെ അടുത്ത് ചെന്നപ്പോൾ സണ്ണിച്ചായന് തന്റെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഇപ്പോഴാണ് ഇത്രയും സമ്പന്നനൊക്കെ ആയത്. ഞാൻ ഒരു കുടിലിൽ കിടന്ന വ്യക്തിയാണ്, ഒത്തിരി കഷ്ടങ്ങൾ കൂടെ കടന്നുപോയ വ്യക്തിയാണ്, എന്നാൽ ദൈവം എന്നെ ഇപ്പോൾ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് അച്ചാച്ചന്റെ കയ്യിൽ ഒരു സ്തോത്രം കൊടുത്തു. അപ്പോൾ അച്ചാച്ചൻ ചോദിച്ചു, ഇത് എന്നാ ചോദിച്ചപ്പം പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, നിന്റെ തോട്ടത്തിനടുത്ത് ഒരു കുടുംബമുണ്ട്, അവരെന്നെ വിശ്വസിക്കുന്ന കുടുംബമാണ്, അതുകൊണ്ട് അവര് സാമ്പത്തികമായി ഞെരുങ്ങുന്നു, അവരുടെ ഭവനത്തിൽ ആഹാരമില്ല, നീ ഇന്ന് രാവിലെ ഒരു നന്മ കൊണ്ട് കൊടുക്കണമെന്ന് ഈ മർത്തോമക്കാരനായ അച്ചായനോട് ദൈവം ഇടപെടുവാനിടയായി. അങ്ങനെ ഈ അച്ചായൻ കൊണ്ടുവന്ന്, ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 5-20 രൂപ നോട്ടാണ് കൊണ്ട് 200 രൂപ എൻ്റെ അച്ചാച്ചന്റെ കൈ കൊടുത്തു. അന്ന് 200 രൂപയ്ക്ക് നല്ല സാധനങ്ങൾ ലഭിക്കും. അങ്ങനെ ദൈവം ഞങ്ങളെ അനേക ആൾക്കാരിൽ കൂടെ ദൈവം വഴിയൊരുക്കി. എൻ്റെ പിതാവ് ഞങ്ങളെ വളർത്തുവാൻ രാത്രി പ്ലാവിന്റെ ചോട്ടിൽ പോയി ആരും കാണാതെ ചക്കുക്കുരു പറക്കി ഞങ്ങൾക്ക് പുഴുങ്ങി തന്ന അനുഭവങ്ങളുണ്ട്. കാരണം ഒരു കാലത്ത് എൻ്റെ അച്ചാച്ചൻ ഇഷ്ടം പോലെ വെച്ച് വിളമ്പി അനേകർക്ക് ഊണ് കൊടുത്തൊക്കെയാണ് നോമ്പൊക്കെ നോക്കിയത്. എന്നാൽ ക്രിസ്തുയേശുവിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങളെ ട്രെയിൻ ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായി. ആവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ കൽപ്പനകളിൽ നിലനിൽക്കുമോ, അവന്റെ പ്രമാണത്തിൽ നിലനിൽക്കുമോ എന്ന് അറിയുവാൻ ദൈവം നമ്മളെ പരിശോധിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് വിശപ്പും ബുദ്ധിമുട്ടും എന്താണെന്ന് ദൈവം ഞങ്ങളെ പഠിപ്പിച്ചു. കാരണം ദൈവത്തെ തള്ളിക്കളയുമോ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താണ്, യേശുവിലുള്ള വിശ്വാസമാണോ അതോ എന്താണെന്ന് അറിയാൻ വേണ്ടി ദൈവം ഞങ്ങളെ പരിശോധിച്ചു. എന്നാൽ അവിടെയൊക്കെ ദൈവം ജയിപ്പാൻ ഞങ്ങളെ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഒരിക്കല് ഇങ്ങനെ പല നാൾ ഇങ്ങനെ പ്രതിസന്ധികൾ കൂടെ കടന്നുപോയി. ഒരിക്കൽ ഞങ്ങളുടെ വീട്ടില് ആഹാരം കുറച്ചു മാത്രമേ ഉള്ളൂ. ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ അമ്മ രാവിലെ ആഹാരം വെച്ചില്ല, കാരണം 4 അരി മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ അത് സന്ധ്യക്ക് വെക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന് രാവിലെ ഞങ്ങൾക്ക് ആരോഗ്യത്തോടെ സ്കൂളിൽ പോകാം. അപ്പൊ ഞങ്ങൾ ആരാധന കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരും നല്ല സ്പീഡിൽ പോയപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചേട്ടത്തി പറഞ്ഞു, എന്തിനാ നമ്മൾ സ്പീഡിൽ പോകുന്നത്, നമുക്ക് വീട്ടിൽ പോയി കഴിക്കാനൊന്നുമില്ല, അവർക്കൊക്കെ ആഹാരമുണ്ട്, അതുകൊണ്ട് അവർ സ്പീഡിൽ പോകുന്നതെന്ന് ഇങ്ങനെ അവൾ സങ്കടത്തോടെ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞ് അമ്മ സന്ധ്യ ആയപ്പോൾ ഈ അരി അടപ്പയിലിട്ടു. ഇട്ട് കഴിഞ്ഞ് ഭയങ്കര മഴ പെയ്തപ്പോൾ മഴയ്ക്ക് മുമ്പേ ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററും ഭാര്യയും സെക്രട്ടറിയും വൈഫും എല്ലാം കൂടെ കടന്നു വന്നു. അവരെ ഇങ്ങനെ ദൈവവചനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് അവർക്കറിയില്ല ഞങ്ങളുടെ വീടിന്റെ ശൂന്യതകളൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇവര് പോയിട്ട് വേണം ഞങ്ങൾക്ക് ഈ കഞ്ഞി തരുവാന്. ഞങ്ങളെല്ലാവരും വിശന്നിരിക്കുകയാണ്. പക്ഷേ ഭയങ്കരമായ പെരുമഴ നിമിത്തം പുറത്തിറങ്ങുവാൻ പറ്റാതെ അവരിങ്ങനെ പോകാൻ പറ്റാതെ അവരിരുന്നു. അത് വൈകും തോറും ഞങ്ങളുടെയും വിശപ്പ് വർദ്ധിച്ചു. അപ്പോഴാണ് ഞങ്ങളുടെ സെക്രട്ടറിയുടെ ഭാര്യ പറഞ്ഞു, ദോ വെളിയിൽ ഒരു മനുഷ്യൻ നിന്ന് നനയുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ചാച്ചൻ പറഞ്ഞു, ആ ആളെ ഇനി വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യനെ വിളിച്ച് പെരക്കകത്ത് കയറ്റിയപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ തോന്നി. കാരണം ദിവസങ്ങളായി കുളിച്ചിട്ട് ആഹാരം കഴിച്ചിട്ട് തലമുടി മുറിച്ചിട്ടില്ല, ഷെയ്വ് ചെയ്തിട്ടില്ല, വല്ലാത്തൊരു പ്രാകൃത അനുഭവത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു, രായ് സഹോദര, ഒരു മുണ്ടും ഷർട്ടും ആ മനുഷ്യന് കൊടുക്കുന്ന, നനഞ്ഞു കുതിർന്ന് നിൽക്കുക, വേഗം അച്ചാച്ചൻ മുണ്ടും ഷർട്ടും ഈ മനുഷ്യനെ
മരിപ്പിച്ചു. അപ്പോൾ ദേവദാസൻ പറഞ്ഞു കഞ്ഞി ഉണ്ടെങ്കിൽ ഇച്ചിരി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കഞ്ഞി കൊടുത്തു. 1 പ്ലേറ്റ് കഞ്ഞി കുടിച്ചു, 2ാമത്തെ പ്ലേറ്റ് കഞ്ഞി കുടിച്ചു. ഈ വ്യക്തിക്ക് ആഹാരം തികയുന്നില്ല. അപ്പൊ ഞങ്ങളുടെ കലത്തിലെ കഞ്ഞി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഈ കഞ്ഞി ഓർത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ ഈ ഓരോ പാത്രത്തിലെയും കഞ്ഞി ഓരോ പാത്രവും കൊടുക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സും വിഷമിച്ചു. ഞങ്ങൾ അന്ന് തിരിച്ചെന്ന് പറഞ്ഞാൽ നമുക്കറിയത്തില്ല ദൈവത്തിന് വേണ്ടി കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്നൊക്കെയുള്ള അനുഭവത്തിലേക്ക് ഞങ്ങൾ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്കും വളരെ വിഷമമായിപ്പോയി. അപ്പം ദേവദാസൻ പിന്നെയും കൊടുക്കുവാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്തു. ഏകദേശം കുറച്ച് കഞ്ഞി ഞങ്ങൾക്ക് ബാക്കി വന്നു. കഞ്ഞി കൂടി കഴിഞ്ഞപ്പോൾ ഈ മഴയിൽ നിന്നു. പാസ്റ്റർ പറഞ്ഞു ഈ മനുഷ്യനെ കണ്ടപ്പോൾ നല്ല ഒരു വ്യക്തിയാണ്, എന്തോ പറ്റിയതാണെന്ന് പാസ്റ്റർക്ക് മനസ്സിലായി. അപ്പൊ പാസ്റ്റർ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ സൗകര്യമില്ല, ഞങ്ങൾ 3 പെൺകുഞ്ഞുങ്ങളും അല്ലേ, അപ്പൊ എങ്ങനെ കിടത്താൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ദേവദാസൻ പറഞ്ഞു ഞാൻ ഈ മനുഷ്യനെ രാത്രി എങ്ങും വിടുന്നില്ല, ഞങ്ങളുടെ വീട്ടിൽ കിടത്തിക്കോളാമെന്നും പറഞ്ഞ് ദേവദാസൻ ഈ മനുഷ്യനുമായി കടന്നുപോയി. എന്നാല് നേരം വെളുത്ത പാസ്റ്റർ എഴുന്നേൽക്കുമ്പോൾ ആ മനുഷ്യനെ കാണാനില്ല. ഞാൻ ചിന്തിക്കുന്നു ചിലപ്പോൾ ഒരു ദൈവദൂതനായിരിക്കാൻ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അന്ന് പകൽ തന്നെ എൻ്റെ അച്ഛന്റെ പെങ്ങൾ വിശ്വാസത്തിലല്ല, അവരോട് ദൈവം ഇടപെട്ട ഒരു ചാക്കരിയും അതിന്റെ സാധനങ്ങളും എല്ലാം ഞങ്ങളുടെ വീട്ടിൽ എത്തുവാനിടയായി. അതിനുശേഷം ഞങ്ങളുടെ വീട്ടില് പട്ടിണി കടന്നു വന്നിട്ടില്ല. ഇന്നും എൻ്റെ ഭവനത്തിൽ കടന്നു എന്നാൽ എൻ്റെ മാതാപിതാക്കൾ തനിയാണെങ്കിലും 1-2 പേർക്ക് കൊടുക്കുവാനുള്ള ആഹാരം കാണും വീട്ടില്. കാരണം ദൈവത്തിന് കൊടുത്താൽ ഒരിക്കലും ചോർന്നു പോകുന്ന ദൈവമല്ല. കാരണം ദൈവം കരുതുന്ന ദൈവവും സമൃദ്ധിയുടെ ദൈവവുമാണ്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിലെ ശൂന്യത അന്ന് മാറുവാനിടയായി. അങ്ങനെ മൂത്ത ജ്യേഷ്ഠത്തിയുടെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിശ്വാസത്തിൽ വന്നപ്പോൾ പലരും ഞങ്ങളെ പഴിച്ചു. കാരണം പെൺകുട്ടികളെ ഞങ്ങള് നിന്നു പോകും ഭവനത്തില്, അല്ലെങ്കിൽ ഒരു കൂട്ടര് പറഞ്ഞു കെട്ടിക്കാൻ മാർഗമില്ലാഞ്ഞിട്ട് പെന്തിക്കോസിൽ പോയതാണ്. അങ്ങനെ പലരും പല രീതിയിൽ ഞങ്ങളെ ആക്ഷേപിച്ചു. അനേക നിന്ദകള്, അനവധി പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ എൻ്റെ മാതാപിതാക്കൾ നല്ല ഉറപ്പോടെ ഭക്തിയോടെ കർത്താവിനെ സേവിച്ചു. ശക്തന്മാരായി കർത്താവിന്റെ വേല ചെയ്തു. പ്രാർത്ഥനയിൽ അവരെ നന്നായി പ്രാർത്ഥിക്കുന്നു. ഇന്നും പ്രാർത്ഥനയ്ക്ക് ചുമൽ കൊടുക്കുന്നതാണ് എൻ്റെ മാതാപിതാക്കള്. അങ്ങനെ എൻ്റെ മൂത്ത ചേച്ചിയുടെ വിവാഹം കഴിയുവാനിടയായി. ചേട്ടനും ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന വ്യക്തിയാണ്. കടന്നു വന്നപ്പോൾ ഇങ്ങനെ ദേവദാസൻ പറഞ്ഞു എനിക്ക് എൻ്റെ കൈകളിൽ ബൈബിള് മാത്രമേ ഉള്ളൂ. കാരണം ചേട്ടൻ വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ തന്നെ ഇറക്കി വിട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചു തരാവൂ. കാരണം ബൈബിൾ മാത്രമേ എനിക്ക് സ്വത്തായിട്ടുള്ളൂ എന്ന്. എന്നാൽ എൻ്റെ അച്ചാച്ചൻ അറിയാമായിരുന്നു സത്യവേദ പുസ്തകമാണ്. അത് കൈപിടിച്ച ഒരു വ്യക്തിയെയും ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. ആ കുടുംബങ്ങളെ ദൈവം അഭിവൃദ്ധിയിലേക്കും അനുഗ്രഹത്തിലേക്കും നടത്തിയ ഒരു ദൈവമാണെന്ന് അറിയാവുന്നതുകൊണ്ട് എൻ്റെ പിതാവ് പറഞ്ഞു ഞങ്ങൾക്ക് അത് മതി, ഞങ്ങളുടെ സ്വത്തും അത് തന്നെയാണ് എന്ന് പറഞ്ഞ് എൻ്റെ ജ്യേഷ്ഠന് വിവാഹം കഴിച്ചു കൊടുക്കുവാനിടയായി. ഇന്ന് അവരും കർത്തൃവേലയില് എറണാകുളം ജില്ലയിലെ സാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഇന്ന് ജ്യേഷ്ഠന് വീടുണ്ട്, സൗകര്യങ്ങളെല്ലാം ദൈവം കൊടുത്തു. ദൈവത്തിന്റെ വചനം പറയുന്നു ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന്. അത് പറയുവാൻ ശക്തനായ ഒരു ദൈവമാണ്. പലപ്പോഴും ഞാൻ ചിന്തിക്കും ഈ ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലിയതാണ്. ഈ കർത്താവിനെ അറിഞ്ഞത് എത്ര അനുഗ്രഹമാണ്. കാരണം ഈ യേശുവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഏതെങ്കിലും ഒരു അനുഭവത്തിൽ കൂടെ കടന്നുപോയേന്, നിത്യ നരകത്തിലേക്ക് എത്തിച്ചേർന്നേനും. അങ്ങനെ ചേച്ചിമാരുടെ വിവാഹം കഴിഞ്ഞു. എൻ്റെ പഠനത്തോടുള്ള ബന്ധത്തില് എനിക്ക് പ്രീ ഡിഗ്രി പഠിച്ചു. അപ്പോൾ കൊച്ചിലെ ഞങ്ങൾ വിശ്വാസത്തിൽ വന്നപ്പോൾ എനിക്ക് 56 ദിവസം കരച്ചിലുണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. അപ്പൊ ഞങ്ങൾ വിശ്വാസത്തിൽ വന്നപ്പോൾ എൻ്റെ മാതാവും പിതാവും കൂടെ ആ തീരുമാനത്തെ പുതുക്കുവാനും അപ്പോൾ ഇവരിങ്ങനെ പറയുവാനിടയായി പ്രീ ഡിഗ്രി കഴിയുമ്പോൾ അവളെ ബൈബിൾ കോളേജിൽ കൊണ്ടുവിടണമെന്ന്. അങ്ങനെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ അപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞു നല്ല ഒരു ബൈബിൾ കോളേജിൽ അവളെ വിടണം, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണമെന്നൊക്കെ എൻ്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ പറയുവാനിടയായി. അങ്ങനെ മണക്കാല ബൈബിൾ കോളേജിൽ എന്നെ ചേർക്കുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ അവിടെ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ അന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇന്റർവ്യൂ ഉണ്ട്, പരീക്ഷയുണ്ട്. അങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ കടന്നുപോയി. പരീക്ഷയൊക്കെയും എഴുതി. അത് കഴിഞ്ഞ് ഇന്റർവ്യൂ ബോർഡിന്റെ മുൻപിൽ കടന്നു വന്നപ്പോൾ നമ്മൾ സാധാരണ ഒരു മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചു വന്നത്. ഇംഗ്ലീഷോ അങ്ങനെയുള്ള സാഹചര്യം
സാഹചര്യങ്ങളൊന്നും എനിക്കറിയില്ല. കാരണം സാധാരണ നമ്മൾ ABCD പഠിച്ചു, കൂട്ടി വായിക്കൂ, അത്രയല്ലാതെ അതിൻ്റെതായ മീനിങ്ങുകളോ അതിൻ്റെതായ അർത്ഥങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ ചെന്നിരിക്കുന്നത്. അപ്പോൾ കോശി സാറും എലിയാമ്മ ആന്റിയും പിന്നെ നമ്മുടെ ജേക്കബ് നമ്മുടെ കല്ലുമല അപ്പച്ചനും അമ്മച്ചിയും പിന്നെ ഒരു അപ്പച്ചനും ഉണ്ടായിരുന്നു. ഇവര് എന്നോട് വലിയൊരു ചെയറാണ്, ആ ചെയർ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു, അതിലിരുന്നു. അപ്പോൾ എന്റെ പേപ്പറുമായിട്ടാണ് ഇവര് കടന്നു വന്നത്. എനിക്ക് ജയിക്കുമെന്നും ഒന്നും അറിയത്തില്ല, എന്നാലും ഉപവസിച്ചു പ്രാർത്ഥിച്ചിട്ടാ പോയ. കർത്താവേ, എനിക്കൊരു അഡ്മിഷൻ അവിടെ തരണം, എനിക്ക് കഴിവില്ല, എന്നെക്കാളിലും പ്രാപ്തരായ വ്യക്തികളാണ് അവിടെ കടന്നു വരുന്നതെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കടന്നുപോയത്. ഞാൻ പരീക്ഷ എഴുതിയപ്പോഴും ഈ കറക്കിക്കുത്തെന്ന് പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, എനിക്കറിയത്തില്ല, ഞാൻ ടിക്ക് ചെയ്യുന്നത് നീ അത് ശരിയാക്കണമേ എന്ന് പറഞ്ഞു. പക്ഷെ ഒരിക്കലും അറിയത്തില്ലായിരുന്നു ഇന്റർവ്യൂ ബോർഡിൽ വന്ന് ഇവർ ഈ പേപ്പർ എടുത്തിട്ട് എന്റെ ഏകദേശമൊക്കെ ശരിയാണ്, അപ്പൊ ഇതിന്റെ എല്ലാം അർത്ഥം എന്നോട് ചോദിച്ചു. എനിക്ക് യാതൊരു അറിവുമില്ല, കാരണം ഞാൻ ഇങ്ങനെ വല്ലാതിരിക്കുക, ദൈവമേ ഇതിന്റെ അർത്ഥം. അപ്പോൾ എന്നോട് കല്ലുമല അപ്പച്ചൻ ഇങ്ങനെ ചോദിച്ചു, നീ അർത്ഥം അറിയാതെ എങ്ങനെ ഇത് എഴുതിയെന്ന്. അപ്പൊ ഞാൻ എൻ്റെ സത്യമായി തുറന്നു പറഞ്ഞു, ഞാൻ ഇവിടെ കടന്നു വന്നത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് കടന്നു വന്നത്. ഞാൻ യേശുപ്പച്ചനോട് ഇങ്ങനെ പറഞ്ഞു, യേശുവെ, എനിക്കൊന്നും അറിയത്തില്ല, എങ്കിലും എനിക്ക് ഇവിടെ ഒരു അഡ്മിഷൻ എനിക്ക് തരണം, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ നീ ടിക്കിടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെയാണെന്നുള്ളത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവര് കൂട്ടമായിട്ട് ചിരിച്ചു. പക്ഷെ ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് ലഭിക്കത്തില്ല, കാരണം എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഓർത്ത് എനിക്ക് കിട്ടത്തില്ല എന്നോർത്തു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ലെറ്റർ വന്നു, എന്നെ മണക്കാലിൽ എനിക്കൊരു അഡ്മിഷൻ കിട്ടിയെന്ന്. അങ്ങനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ BA ഇംഗ്ലീഷിന് എന്നെ കൊണ്ട് ചേർത്തു. ഒത്തിരി ബുദ്ധിമുട്ടുകളുടെ നടുവിലാണ്, കാരണം ഞങ്ങൾക്ക് സാമ്പത്തികമായി യാതൊരു സ്രോതസ്സും ഇല്ല. മാതാപിതാക്കൾ രാവിലെ സുവിശേഷ വേലയ്ക്ക് പോകും, ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ മാത്രം അതുകൊണ്ടാണ് ഞങ്ങളുടെ വീട് കഴിഞ്ഞു പോകുന്ന. മൂത്ത ജ്യേഷ്ഠനും അവരും കർത്തുവേലയിലായിരിക്കുന്നു. അങ്ങനെ സാമ്പത്തികമായി ഒരു സ്രോതസ്സും ഇല്ല. വിശ്വാസത്താൽ അന്ന് ചെറിയ ഫീസ് കൊടുക്കണം മണക്കാലയില്, അങ്ങനെ വിശ്വാസത്താൽ കൊണ്ട് ചേർത്തു. അപ്പോൾ ഒരു മാസത്തെ 1-2 മാസത്തെ ഫീസ് അന്ന് എനിക്ക് തോന്നുന്നു 50-100 രൂപയേ ഉള്ളൂ. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഫീസ് കൊടുത്തു. എന്നാൽ എന്നും വൈകിട്ട് ഞാൻ പോയിരുന്ന് പ്രാർത്ഥിക്കും. 1 മണിക്കൂറോളം പേഴ്സണൽ പ്രെയർ ഞങ്ങൾ അവിടെ ചാപ്പലിൽ പോയിരുന്ന് വൈകിട്ട് പ്രാർത്ഥിക്കും. അപ്പോഴൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, നീ വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം ഞാൻ എന്നെ ഓഫീസിലേക്ക് വിളിച്ചു. അതായത് കോശി സാറിന്റെ ജെസി ആന്റിയുടെ നാത്തൂൻ അവിടെ ഒരു സ്റ്റാഫായിട്ട് വന്നു. ആന്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, എനിക്ക് നിന്റെ ഫീസ് ഞാൻ ഇനി എല്ലാ മാസവും കൊടുത്തോളാം, ദൈവം എന്നോട് ഇടപെട്ടു, നിന്റെ ഫീസ് കൊടുക്കാൻ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു എന്ന് പറയുവാനിടയായി, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അങ്ങനെ ആന്റി എന്റെ ഫീസ് കൊടുക്കുവാനിടയായി. എന്നാൽ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ ചെന്നപ്പം തൊട്ട് ഓരോരോ പ്രയാസങ്ങൾ എന്റെ ജീവിതത്തിൽ എന്നെ അലട്ടുവാൻ തെക്കവണ്ണം ഇടയായി. അനവധി വെല്ലുവിളികൾ ജീവിതത്തിൽ കടന്നു വന്നു. ഒരു ദിവസം ഞാൻ സന്ധ്യയ്ക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചാപ്പൽ സർവീസിലേക്ക് പോയതാണ്. ആ സമയത്ത് എനിക്കൊരു ശാരീരിക ക്ലേശം കടന്നു വരികയും ഞാൻ പുറകോട്ട് പോകുമ്പോൾ എന്നെ ഒരു റൂമിനകത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഷീബ എന്ന് പറഞ്ഞ സിസ്റ്റർ, ഇന്ന് ചർച്ച് കോളിലെ ഫാഷിയുടെ വൈഫാണ്, ആയൂര് സിസ്റ്റർ, എന്നെ പെട്ടെന്ന് പ്രേരണ തോന്നി കോറിഡോറിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ പുറകോട്ട് പോകുന്ന അവസ്ഥ കണ്ട് വേഗം എന്നെ കയറി പിടിച്ചു. അവരുടെ റൂമിൽ തന്നെ എന്നെ കയറ്റി അവിടുന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയായി. അവരെല്ലാവരും എനിക്ക് വേണ്ടി ചുറ്റും പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ആരംഭിച്ചു. എന്നാൽ എൻ്റെ കൈക്ക് ഒരു ബലമില്ലാത്തൊരവസ്ഥ കടന്നു വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഷീബായും അക്സ എന്ന് പറഞ്ഞ ഒരു സഹോദരിയും കൂട്ടി എൻ്റെ ഭവനത്തിലേക്ക് വിട്ടു. എൻ്റെ പഠനം അവിടെ വെച്ച് നിലപ്പാനിടയായി. ഏകദേശം 4 മാസത്തോളം എനിക്ക് അവിടെ പഠിക്കുവാൻ കഴിഞ്ഞുള്ളൂ. അതെന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു പ്രയാസത്തിനിടയായി. കാരണം വലിയ ആഗ്രഹത്തോടെ വലിയ സന്തോഷത്തോടെ പോയതാണ്, എന്നാൽ എനിക്കത് പഠിക്കുവാൻ കഴിഞ്ഞില്ല. നവംബർ മാസത്തിൽ ഞാൻ വീട്ടിലേക്ക് വരുവാനിടയായി. അങ്ങനെ വളരെ സങ്കടമുണ്ടായി. അങ്ങനെ എന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർമാർ പരിശോധിച്ച് സർജനെ കൊടുത്തപ്പം പറഞ്ഞു, എൻ്റെ ബ്രസ്റ്റിന്റെ സൈഡിൽ ഒരു ചെറിയ മുഴ കാണുന്നുണ്ട്, അതിൻ്റെതായ ശാരീരിക ക്ലേശങ്ങളാണ് കൈക്കെന്ന്. കൈ പൊക്കുവാനോ നൂർക്കുവാനോ വല്ലാത്തൊരവസ്ഥ, മാതാവ് വാരിത്തരും. അങ്ങനെ എൻ്റെ വലത്ത് കൈയുമാണ്. എനിക്ക് മാനസികമായി ഒത്തിരി വീട്ടിൽ എന്നെക്കാളുപരി അച്ചാച്ചൻ്റെയും അമ്മയുടെയും ഹൃദയം വല്ലാതെ വേദനിച്ചു. കാരണം എനിക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടി പെട്ടെന്ന് നല്ല ആരോഗ്യത്തോടെ ഓടിച്ചാടി നടന്നിട്ട് പെട്ടെന്ന് എൻ്റെ കൈക്ക് ഇങ്ങനെ ഒരു ബലഹീനത വന്നപ്പോൾ മാതാപിതാക്കളെ അത് വല്ലാതെ വേദനിച്ചു. അങ്ങനെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ മന്നവരുതിയിലുള്ള രമണി സിസ്റ്റർ എന്ന് പറയും, ആ ആന്റിക്ക് ദൈവാത്മാവ് ഇടപെട്ടു, ആശുപത്രിയിൽ ഞാൻ കിടക്കുന്നു, എനിക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കണോ
ചെയ്യണമെന്ന്. അങ്ങനെ ആ കർത്താവിന്റെ ദാസി കടന്നു വന്ന് ആശുപത്രി കടകിൽ കടന്നു വന്ന് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോളെ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നീ വിശ്വാസത്തോടെ നിന്റെ കൈ ഉയർത്തണം, ദൈവം നിന്നെ സൗഖ്യമാക്കുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിശ്ചയമായി ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ആന്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വാസത്തോടെ കൈ ഉയർത്തി. അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരുവാൻ തക്കവണ്ണം ഇടയായി. പിന്നീട് ബൾക്കോളിലേക്ക് പോകുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ അമ്മയുടെ കൂടെയൊക്കെയും പ്രാർത്ഥനയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു ഭവനത്തിലെ പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പോൾ ഒരു ദേവദാസൻ എന്നോട് ഇങ്ങനെ ആലോചന പറഞ്ഞു, നിന്റെ ഈ ദീനം മരണത്തിനല്ല, ദൈവനാമ മഹത്വത്തിന് അത്രയെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് ഞാൻ കുറച്ച് വിഷയങ്ങൾക്ക് വേണ്ടി, അന്ന് ഭവനത്തിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി ഒക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്നോട് പറഞ്ഞു, ചില വിഷയങ്ങൾക്ക് ഞാൻ നിനക്ക് മറുപടി തരും, നീ പ്രാർത്ഥിക്കാത്ത ചില വിഷയത്തിന്റെയും മറുപടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ച്, എന്താണ് ഇനി എനിക്ക് കോളേജിൽ പോകാനായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് വീട്ടിൽ കടന്നു വന്നു. അപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ വന്നിട്ട് പറഞ്ഞു, നീ തനിയെ ഇവിടെ ഇരിക്കുമ്പോൾ നിനക്ക് പ്രയാസമൊക്കെ, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്ക്. അന്ന് ജ്യേഷ്ഠനും ചേച്ചിയും എറണാകുളം 10-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സഭയുടെ ചാർജാണ്. അങ്ങനെ എന്നെ അവിടെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഇടയായി. അവിടെ കടന്നു ചെന്ന് ഞാൻ നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു പ്രാർത്ഥനാ മീറ്റിങ്ങിന് എന്നെ കൊണ്ടുപോയി. അന്നത്തെ അവിടുത്തെ ഡിസ്ട്രിക്ട് പാഷ സണ്ണി കുര്യൻ പാഷാണ്. അവിടുത്തെ ഈ 10-ാം മൈലിലെ മെയിൻ പാഷാണ് ബേവിച്ചാൻ എന്ന് പറയുന്നത്. ബേവിച്ചാന്റെ ഭവനത്തിലെ ഒരു ഡെഡിക്കേഷന് വേണ്ടി ഞങ്ങൾ ചെന്നു. ആ പ്രാർത്ഥന വെച്ച് എന്നെ സണ്ണി കുര്യൻ പാഷ കാണുകയും എൻ്റെ ജ്യേഷ്ഠനോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അടുത്ത് ഒരു പയ്യനുണ്ട്, നിങ്ങളുടെ കുട്ടി ഹിന്ദുക്കളിന് വിശ്വാസത്തിൽ വന്ന ഒരു വ്യക്തിയാണ്, ഈ കുട്ടിയെ വേണേ ഒന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ അവൾക്ക് കല്യാണത്തിന്റെ പ്രായമൊക്കെ, എനിക്ക് 18 വയസ്സാകുന്നതേ ഉള്ളൂ, അപ്പോൾ ഇപ്പം വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുമെന്ന് തോന്നുന്നില്ല, എങ്കിലും ഞാൻ വീട്ടിൽ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ അത് പറഞ്ഞു വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് എൻ്റെ മാതാപിതാക്കളെ അറിയിച്ചു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ണികൃഷ്ണൻ പാസ്റ്ററെ കടന്നു വന്ന് എന്നെ കാണുവാനിടയായി. അപ്പോൾ അതിനു മുമ്പേ ബൈസ്കൂളിൽ വെച്ച് ദൈവം എനിക്കൊരു ദർശനം തന്നു. എൻ്റെ വിവാഹത്തെ കുറിച്ച്. ഒരു മെലിഞ്ഞ പയ്യനാണെന്നും ഹിന്ദുക്കളിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന വ്യക്തിയാണെന്നും മാതാവുണ്ടെന്നും സഹോദരനും കുടുംബവും രക്ഷിക്കപ്പെട്ടതല്ലെന്നും വീടിനെ കുറിച്ച് ഒരു ദർശനം എനിക്ക് തന്ന, അവരുടെ വീട് എന്താന്നുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെയൊക്കെ കണ്ടപ്പോ അമ്മ എന്നോട് പറഞ്ഞു, മോനെ, ദൈവം കാണിച്ചു തരുന്നതാ, നമ്മുടെ ഭാവിയെ കുറിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പൊ വിവാഹമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല എന്നാലും പ്രാർത്ഥിക്കണം. അപ്പൊ എൻ്റെ പിതാവും ദർശനം തന്നു, ഇതുപോലെ ഒരു വ്യക്തി, ഹൈന്ദവ ഭാഗത്തു നിന്ന് വന്ന ഒരു വ്യക്തി കടന്നു വരുന്നു, ഈ വിവാഹം ഉറപ്പിക്കണമെന്ന് ദൈവാലോചന കിട്ടി. അപ്പോൾ ഞങ്ങള് അങ്ങനെ എന്നെ വന്ന് ദേവദാസൻ കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ പിതാവ് വന്ന് വാക്ക് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയുവാനിടയായി, ഞങ്ങൾക്ക് തരുവാനൊന്നുമില്ല, ഞാൻ തരും, പക്ഷെ അത് എനിക്ക് ഇപ്പൊ തരാൻ എൻ്റെ കൈകൾ ഒന്നുമില്ല എന്ന് ദേവദാസനോട് പറഞ്ഞു. ദേവദാസൻ സ്ത്രീധനമോ മറ്റോ ഒന്നും ഞങ്ങളോട് ചോദിച്ചില്ല. അങ്ങനെ മാർച്ച് 28-ന് 1997 മാർച്ച് 28-ന് എന്നെ വന്ന് കണ്ടു. ഏപ്രിൽ 7-ാം തീയതി ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു. വിവാഹം നിശ്ചയിച്ചപ്പോൾ എൻ്റെ അച്ചാച്ചനെ വാക്ക് പറഞ്ഞായിരുന്നു, 15,000 രൂപ വിവാഹ നിശ്ചയത്തിന് കൊടുക്കാമെന്ന്. അപ്പോൾ ഞങ്ങളെ സഹായിക്കുവാൻ ആൾക്കാരുണ്ട് പറഞ്ഞാൽ, പക്ഷെ എൻ്റെ മാതാപിതാക്കൾ ആരോടും പറയില്ല. ദൈവസന്നിധി നിലവിളിക്കും, പ്രാർത്ഥിക്കും. ദൈവം അതാത് സമയങ്ങളിൽ ദൈവം പ്രവർത്തിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നിശ്ചയത്തിന് 15,000 രൂപ കൊടുക്കുവാൻ വേണ്ടി ഇരുന്നപ്പോൾ പൈസയില്ല. ഞങ്ങളുടെ വീട് കൊണ്ടുവന്ന് പണയം വെച്ചു, 10 രൂപ പലിശയ്ക്ക്. അങ്ങനെ 10,000 രൂപയ്ക്ക് പലിശയ്ക്ക് വെച്ചു. പക്ഷെ അവർ 9,000 രൂപയെ തരത്തുള്ളൂ. 1,000 രൂപ അവർ ഫസ്റ്റിലെ എടുക്കും. അപ്പോൾ 1,000 രൂപ തികയ്ക്കുവാൻ അച്ചാച്ചൻ ഒത്തിരി പാടുപെട്ടു. പിന്നെ 5,000 രൂപയുടെ വേണം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ആണുങ്ങൾ തമ്മിൽ വാക്ക് പറഞ്ഞതായതുകൊണ്ട് ഈ 15,000 രൂപയും കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. ദൈവസന്നിധിയിൽ 5,000 രൂപയുടെ കുറവുണ്ട്, ഇത് എങ്ങനെയാന്ന് വീട്ടുകാർ വളരെയധികം വിഷമിച്ചു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് കല്യാണ നിശ്ചയത്തിന് വരുമ്പോൾ അവരോട് മാറ്റി നിർത്തി പറയാം, ഈ 5,000 രൂപയുടെ കുറവുണ്ട്, നിങ്ങൾ കല്യാണം മാറുന്നെങ്കിൽ മാറിക്കോണം, പക്ഷേ വന്ന ആഹാരം കഴിച്ച് നിങ്ങൾ സന്തോഷത്തോടെ മടങ്ങി പോക്കോണമെന്ന് പറയാമെന്ന് പറഞ്ഞ് എൻ്റെ പിതാവ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് രാവിലെ 10 മണിക്കാണ് ഞങ്ങളുടെ കല്യാണ നിശ്ചയം ക്രമീകരിച്ചത്. കാരണം കാപ്പി കൊടുക്കാമെന്നുള്ള രീതിയിൽ. അങ്ങനെ ഇവർ കടന്നു വന്നപ്പോൾ വിച്ചുച്ചിറ ചർച്ചകോടിലെ അന്നത്തെ സെക്രട്ടറിയാണ് ജോൺ ബി.
വയനാട് എന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് മാതാപിതാക്കൾ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ രായിച്ചാൻ എന്നാണ് വിളിക്കുന്നത്. രായിച്ചാനാണ് ഇതിനൊരു അപ്പനെ പോലെ എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവിടെ വന്നപ്പോൾ എൻ്റെ അച്ചാച്ചൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിൽ 5000 രൂപ കുറവുണ്ട്, എൻ്റെ വാക്ക് തെറ്റി, അതുകൊണ്ട് നിങ്ങൾക്ക് മാറണമെങ്കിൽ മാറിക്കൊള്ളാം, പക്ഷെ എന്നെ ഇവിടെ നിന്ദിക്കരുത്, നിങ്ങൾ ഈ ആഹാരം കഴിച്ചിട്ടേ പോകാവെന്ന് പറയുവാനിടയാ. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഞാനല്ല, രായിച്ചാനോട് പറയാൻ പറഞ്ഞു. എന്നെ കൊണ്ട് മാറ്റി വേറൊരു മുറിയിലാണ് നിർത്തിയത്. അങ്ങനെ ഈ രായിച്ചാനെ വിളിച്ചിട്ട് ഇങ്ങനെ എൻ്റെ അച്ചാച്ചൻ പറഞ്ഞപ്പം പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചിന്തിക്കല്ലേ, നമ്മൾ ദൈവമക്കളാണ്, അതുകൊണ്ട് യാതൊന്ന് കൊച്ചിന്റെ കല്യാണ നിശ്ചയം നടക്കട്ടെ. അങ്ങനെ അവര് യാതൊരു മടുപ്പും കൂടാതെ ആ വിവാഹ നിശ്ചയം നടത്തി. ഏപ്രിൽ 17 വെച്ചൂച്ചിറ ചർച്ച കോഡിൽ വെച്ച് എൻ്റെ വിവാഹം നടക്കുവാൻ തക്കവണ്ണം ഇടയായി. PN ഫിലിപ്പ് പാഷ എന്ന് പറഞ്ഞ ദേവദാസനാണ് ഞങ്ങളുടെ വിവാഹം നടത്തിയത്. അന്ന് ഞങ്ങളുടെ സഭാ പാഷ ഇന്ന് കോട്ടയം പുതുപ്പള്ളി ഡിസ്ട്രിക്റ്റിന്റെ DP ആയിരിക്കുന്ന VP തോമസ് ആണ് ഞങ്ങളുടെ പാഷ. ഞങ്ങളുടെ ചർച്ചിലെ 19ാമത്തെ കല്യാണമാണ് ആ വർഷം നടക്കുവാൻ ഇടയായി. അങ്ങനെ ഞങ്ങളുടെ വിവാഹം നടക്കുവാൻ ഇടയായി. എന്നാൽ വിവാഹത്തിന് ശേഷം ഞാൻ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ ദൈവം എനിക്ക് ദർശനം തന്നതുപോലെയുള്ള ഒരു വീട്, 2 മുറി അടുക്കള. പക്ഷെ ദൈവം തേച്ചതായിട്ട് ദർശനത്തിൽ കടന്നു വന്നപ്പോൾ ദർശനത്തിൽ കണ്ടതുപോലെ തേച്ചതല്ല, ഇത് ഹോളോ ബ്രിക്സിന്റെ ഇതാണ്. അടുക്കള വേറൊരു സെക്ഷനായിട്ട് എന്നെ കാണിച്ചു. അതുപോലെ തന്നെ അങ്ങനെ ചേട്ടനും കുടുംബവും വിശ്വാസത്തിൽ വന്നിട്ടില്ല. അമ്മ ഇല്ലായിരുന്നു, ദേവദാസൻ തന്നെ ഉള്ളൂ. എങ്കിലും ഞാൻ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളൊന്നും എൻ്റെ ഹസ്ബൻഡിനോട് പറയുവാൻ ഇടയായില്ല. കാരണം അതിനുള്ളൊരു പക്വതയൊന്നും, എനിക്ക് 18 വയസ്സായതേ ഉള്ളൂ, എനിക്ക് അങ്ങനെ പറയാനോ ഉള്ള ഒരു ഇതൊന്നുമില്ല. എന്നാൽ എൻ്റെ ഹസ്ബൻഡിനോട് ദൈവാത്മാവ് ഇടപെട്ട് താൻ വിവാഹം ചെലവ് ചുരുക്കി ഞങ്ങളുടെ വിവാഹം 4 മണിക്കാണ് നടത്തിയത്. ഒരു ചെറിയ പാക്കറ്റ്, കാരണം ഒരു പപ്സ്, ഒരു പഴം, ഒരു ബണ്ണ്, അങ്ങനെ ഒരു ചായ, ഇത്രയും മാത്രമാണ് എൻ്റെ ഹസ്ബൻഡ് വിവാഹം നടത്തി. 4 മണിക്ക് നടത്തി. അതിൽ നിന്ന് പൈസ മിച്ചം പിടിച്ച് 5000 രൂപ ഞങ്ങൾ കല്യാണത്തിന് കൊടുത്തായിരുന്നു. അങ്ങനെ ആ 15,000-ൽ നിന്ന് 7,500 രൂപ മിച്ചം പിടിച്ച് എൻ്റെ വീട്ടിൽ കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇത് ദൈവാത്മാവ് എന്നോട് ഇടപെട്ടിട്ട് ഈ പൈസ ഞാൻ തിരികെ തരുന്നതാണ്. അപ്പോൾ കല്യാണത്തിന് വന്ന വണ്ടിയുടെ വാടകയൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ആ പൈസ കൊണ്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയായി. കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിന്. നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ ചിന്താകുലങ്ങളെ അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ വന്നാലും നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇതുകൊണ്ട് തീർന്നു, ഇനി നമുക്ക് മുന്നോട്ടൊരു വഴിയില്ല എന്ന് ചിന്തിക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അത് ഞാൻ മനസ്സിലാക്കി. കാരണം അല്ലാതെ പെട്ടെന്ന് പ്രവർത്തിച്ചാൽ നമ്മൾ പറയും നമ്മുടെ മിടുക്ക് കൊണ്ടാ, അല്ലെ ഞങ്ങളെ ഇന്നയാള് സഹായിച്ചത് കൊണ്ടാ ഞങ്ങളുടെ കാര്യം നടന്നാൽ. ദൈവത്തിന് എപ്പോഴും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കിൽ താണിരിപ്പാൻ. പലപ്പോഴും നമ്മുടെ എല്ലാം ജീവിതത്തിൽ താണിരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം വേഗത്തിൽ നടക്കാനാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത്. കാരണം മനുഷ്യനെല്ലാം ധൃതിയുള്ളവരാ, വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാ. പക്ഷെ ദൈവവചനം പറയുന്നു, താണിരിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്ന്. അങ്ങനെ അനവധി അത്ഭുതങ്ങൾ കൂടെയാണ് കർത്താവ് ഞങ്ങളെ നടത്തിയത്. അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഞങ്ങള് 8ാം ദിവസം ഞങ്ങള് പ്രവർത്തനത്തോടുള്ള ബന്ധത്തില്, ആദ്യം ഞങ്ങള് IPC ബന്ധത്തില് നീണ്ടപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്രസവത്തോടുള്ള ബന്ധത്തിൽ നാട്ടിൽ വന്നു. ഓപ്പറേഷൻ ആയിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് 1 വർഷം ഞങ്ങള് വീട്ടിൽ താമസിച്ചു. അതിനുശേഷം ഞങ്ങള് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കാസർഗോഡ് ജില്ലയിലേക്ക് കടന്നുപോയി. അവിടെ കടന്നു പോകാൻ നേരത്തെ മോന് 1 വയസ്സ് മാത്രമേ ഉള്ളൂ. 99 മെയ് മാസത്തിലാണ് ഞങ്ങള് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കാസർഗോഡ് ജില്ലയിലേക്ക് കടന്നുപോയത്. അവിടെ കടന്നു ചെല്ലുമ്പോൾ ഒത്തിരി, അപ്പോൾ അതിനു മുമ്പേ ഒരു ദേവദാസൻ എന്നോട് ഇങ്ങനെ ആലോചന പറഞ്ഞു, നിന്നെ ആര്, എന്ത്, എങ്ങനെ, എവിടെ എന്നുള്ള ഒരു സ്ഥലത്തേക്ക് നിന്നെ അയക്കുമെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇതെന്താ ഇങ്ങനെ ഒരു ആലോചന, ആര്, എവിടെ, എങ്ങനെ?
ഇതെന്താ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നതെന്ന് ഇങ്ങനെ ചിന്തിപ്പാനിടയായി. അങ്ങനെ കാസർഗോഡ് ജില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഉദുമ പഞ്ചായത്തിൽ മാങ്ങാട് എന്ന് പറഞ്ഞ വെട്ടിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ആദ്യം കടന്നിരുന്നത്. ഗോസ്പിൻ ഫെലോഷിപ്പ് എന്നൊരു സംഘടനയോട് ചേർന്നാണ് ഞങ്ങൾ അവിടെ കടന്നു പോയത്. അവിടെ കടന്നു ചെന്നപ്പോൾ ഭയങ്കരമായ, കാരണം അന്നൊന്നും നമുക്ക് ഫോൺ സംവിധാനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, വീട്ടുകാരെ ബന്ധപ്പെടാൻ എൻ്റെ വീട്ടിൽ വന്ന ഫോണൊന്നുമില്ല. അടുത്തൊരു വീട്ടിലാണ്, വല്ലപ്പോഴും ആഴ്ച ഒരിക്കലാണ് ഫോൺ വിളിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ടും വീട്ടിൽ നിന്ന് മാറി നിന്നതിന്റെ ടെൻഷന്, അങ്ങനെ ഞങ്ങൾ ഒന്നുമല്ലാത്തൊരു സ്ഥലത്താണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. അവിടെ വന്നപ്പോൾ ഭാഷാ പ്രോബ്ലം, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ചില മേഖലയിലെ ഭാഷ നമുക്ക്, പ്രത്യേകിച്ച് മുസ്ലിംസിന്റെ ഭാഷ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ അച്ചടി ഭാഷയല്ലല്ലോ അവിടെ, അവിടെ ഭാഷയ്ക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. ഞങ്ങൾ ചെന്നത് ഒരു മുസ്ലിമിന്റെ ഒക്കെ ഒരു ക്വാർട്ടേഴ്സിലാണ്. അവിടുത്തെ ഉമ്മ പറയുന്ന ഒന്നും നമുക്ക് പിടികിട്ടുന്നില്ല. വളരെയധികം ടെൻഷനും എല്ലാം ഉണ്ടായി. ഏകദേശം ഒരു 2 മാസം ഞങ്ങൾ അവിടെ പാർത്തു. ആരാധനയ്ക്ക് ആരുമില്ല. അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചു, അവിടെ നിന്ന് ആ പ്രവർത്തനത്തിന് ഒരു സാധ്യത കാണുന്നില്ല. കാരണം ബസ് ഇറങ്ങിയിട്ട് 2 കിലോമീറ്റർ നടക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ആരെങ്കിലും ഒരാൾ വരാൻ ആഗ്രഹിച്ചാലും അവിടേക്ക് വരാൻ പറ്റത്തില്ല. കാരണം ലൈനായിട്ട് ക്വാർട്ടേഴ്സുകളുണ്ട്. പ്രത്യേകിച്ച് ആ ദേശം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ തന്നെയും BJP കാരുടേതായ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചിന്തിച്ചു അവിടുന്ന് റൂം മാറണമെന്ന്. എന്നാൽ അതിനകത്ത് രസകരമായ സമയം, ഭാഷാ പ്രോബ്ലം എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ കടയിൽ ചെന്നപ്പോൾ സാധനം മേടിക്കാൻ വേണ്ടി കടയിൽ ചെന്നപ്പോൾ നമ്മുടെ ഇവിടെ വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ അവര് വെള്ളുള്ളി എന്ന് പറയും, അവര് സവാളയ്ക്ക് നീരുള്ളി എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ചെല്ലുമ്പോഴൊക്കെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. അങ്ങനെ ഞാൻ സാധനങ്ങളെല്ലാം ഞങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ ആ കടയിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, ചേച്ചി കൊട്ട തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ കൊട്ട കൊണ്ടുവന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, ഇല്ല ചേച്ചി കൊട്ടതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല കൊട്ട കൊണ്ടുവന്നില്ല. അപ്പൊ എന്റെ വിചാരം നമ്മുടെ വല്ലംകൊട്ടയാ ഞാൻ ചിന്തിക്കുന്നേ. അപ്പോൾ ഈ അതിന്റെ കടയിലെ ഓണർ വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്നാ നിങ്ങൾ കുറച്ചു നേരം അതിൽ താന്ന് പറയുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഈ മോൻ എന്നോട് കൊട്ട ചോദിക്കുന്നത്, ഞാൻ കൊട്ട കൊണ്ടുവന്നില്ല, കവറാ കൊണ്ടുവന്നേന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ചേച്ചി ഇവിടെ കവറിന് കൊട്ടയെന്നാ പറയുന്നേന്ന് പറയാൻ തക്കവണ്ണം വേണ്ടി. അങ്ങനെ ഞങ്ങൾക്ക് ഒരു രസകരമായ ഒരു അനുഭവം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭാഷയൊക്കെയും പഠിച്ച് ഞങ്ങൾ അവിടുന്ന് അടുത്ത് വണ്ടിച്ചാൽ എന്ന് പറയും, അതായത് ചട്ടഞ്ചാല് വണ്ടിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ വീട് നമുക്ക് പ്രത്യേകിച്ച് അന്ന് പ്രാർത്ഥനയ്ക്കൊക്കെ വീട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങള് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഞങ്ങള് ഈ ചട്ടഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് പലയിടത്തും അന്വേഷിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു കോഴിക്കടയിൽ കയറിയപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു, വണ്ടിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീടുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ആ വീട് ചെന്ന് കണ്ടപ്പോൾ ഒരു 2.5 ഏക്കറിനകത്താണ് ഒരു വീട്. കറണ്ട് ഇല്ല, എല്ലാം പലക കൊണ്ട് അടച്ച ജനലാണ്, കറണ്ട് ഇല്ല, ബാത്റൂം ഇല്ല, ഒന്നുമില്ല. ഭയങ്കര വാഴത്തോട്ടവും കവുങ്ങും തെങ്ങും തോട്ടമാണ്. പക്ഷെ ഞങ്ങൾ ചിന്തിച്ചു, കാരണം നമുക്ക് പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായ സ്ഥലം, കാരണം അവിടെ ഒച്ച വെച്ചു പ്രാർത്ഥിക്കുവാനോ ഒന്നും ഒരു പ്രശ്നമില്ല. കാരണം ചുറ്റുപാടും ഒന്നും അങ്ങനെ വീടുകളില്ല. ഈ 2.5 ഏക്കർ തോട്ടമാണ്, അതിനപ്പുറത്താണ് പിന്നെ വീടുകളുള്ളത്. പകല് പണിക്കാരുണ്ട്. അങ്ങനെ 500 രൂപ പറഞ്ഞ് ഞങ്ങള് വീടെടുത്തു. ആ വീട്ടില് ഭയങ്കര കഷ്ടതയിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. ഞങ്ങൾക്ക് ആകെ 1000 രൂപയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. 500 രൂപ വാടക പോവും, അതിന്റെ ദശാംശവും പിന്നെ തുച്ഛമായ പൈസയുള്ളൂ. മോനെ 1 വയസ്സുണ്ട്, ഇവന് പാലോ മറ്റു കൊടുക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഞങ്ങൾ അരി മേടിച്ച് കഞ്ഞിയാക്കി കുഞ്ഞിന് കൊടുക്കും. എങ്കിലും ഞങ്ങൾ 2 പേരും രാവിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നു പോകും. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കാസർഗോഡിനെ സംബന്ധിച്ച് ഒത്തിരി വിശാലത ദൈവം വരുത്തി. ഇപ്പോൾ ഒത്തിരി പ്രവർത്തനങ്ങളും ദൈവദാസന്മാർ കടന്നു വന്ന് പ്രവർത്തിക്കുകയും ശക്തമായ ആത്മീയ കൂട്ടായ്മകൾ ഇപ്പോൾ. അന്ന് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ ആ മേഖലകളിൽ ഒന്നും സഭകളൊന്നും അങ്ങനെയില്ല. ഞങ്ങൾ താമസിച്ചത് കാസർഗോഡ് ജില്ലയിലെ ചെമ്മനാട് പഞ്ചായത്താണ്. 39 ഗ്രാമപഞ്ചായത്തുകളാണ് കാസർഗോഡ് ജില്ലയ്ക്കുള്ളത്. അതിലെ 22ാമത്തെ വാർഡിലാണ് ഞങ്ങൾ പാർക്കുന്നത്. അവിടെ ഒറ്റ കുരിശുപള്ളി പോലുമില്ല. നമ്മുടെ ഈ ഒരു പ്രവർത്തനം മാത്രമേ ഉള്ളൂ ഈ ചെമ്മനാട് ആ പഞ്ചായത്തിൽ അന്ന്. അങ്ങനെ ഞങ്ങള് എല്ലാ ദിവസവും രാവിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നു പോകും. ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ആദ്യം സുവിശേഷമല്ല അവരോട് പങ്കുവെക്കുന്നത്, ആദ്യം ഞങ്ങൾ ഒരു സുഹൃതം പങ്കിടും, ഞങ്ങൾ ഇന്നുപോലെ പരിചയപ്പെടാനൊക്കെ വന്നതാ. അങ്ങനെ പറയുമ്പോൾ ചില വീടുകൾ നമുക്കൊരു അനുകൂലമായി തരും. പിന്നെ പിറ്റേ ആഴ്ച ചെല്ലുമ്പോഴാണ് ഞങ്ങൾ സുവിശേഷം പങ്കുവെക്കുന്നത്, ഇങ്ങനെ യേശുവിനെ കുറിച്ചാണെന്ന്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഭയങ്കരമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, പട്ടിണി. കാരണം എനിക്ക് നല്ല ആരോഗ്യം
മാത്രമല്ല, ഞാൻ അവിടെ ചെന്നപ്പോൾ ആഹാരത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ മെലിഞ്ഞ വല്ലാത്തൊരവസ്ഥയിലെത്തി. രാവിലെ ഞങ്ങൾ കഞ്ഞി വെക്കും. പിന്നെ അന്ന് എനിക്ക് നാണംകേടില്ല പറയുവാൻ, അന്ന് ഞങ്ങളെ ഓമയ്ക്കായാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി നിന്ന ഒരു സാധനം. കാരണം ഞങ്ങൾ താമസിക്കുന്ന ആ ഭവനത്തിനകത്ത് നല്ല ഓമമരം നിൽപ്പുണ്ട്. അത് ഞങ്ങൾ പറിക്കും. ഒന്നീ പച്ച തിന്നും, അല്ലെ ചനപ്പിച്ച് അതിനകത്ത് തിന്നും. ഇത് തിന്നുമ്പോൾ ഞങ്ങളുടെ വയറ് നിറയും. ഞങ്ങൾക്ക് യാതൊരു അസുഖങ്ങളോ ഞങ്ങളുടെ കുഞ്ഞിനോ ഇല്ല. ദൈവം ഞങ്ങളെ ആരോഗ്യത്തോടെ, കാരണം അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനിടയായി. പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി, കാരണം ഞങ്ങൾ ഒരു തീരുമാനം എടുത്ത കാസർഗോഡ് വേലയ്ക്ക് കടന്നുപോയി. എന്തു വന്നാലും തിരിച്ചു വരത്തില്ല, കൂലിപ്പണി എടുത്താണെങ്കിലും ഞങ്ങൾ അവിടെ സുവിശേഷ വേല ചെയ്യുമെന്ന് ഞങ്ങൾ ഒരു തീരുമാനം എടുത്താ പോയത്. ആ തീരുമാനം നിൽക്കുകയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഒത്തിരി ശോധനകൾ കൂടെ കടന്നുപോയി. എന്നാലും മോൻ 1 വയസ്സുള്ളെങ്കിലും ദൈവം അവൻ അന്ന് പക്വത, എനിക്കറിയത്തില്ല എങ്ങനെ ആ 1 വയസ്സുള്ള കുഞ്ഞിന് ദൈവം പക്വത കൊടുത്തേന്ന്. രാവിലെ എഴുന്നേറ്റ് പാത്രം എടുത്തോണ്ട് വന്നിട്ട് അപ്പം ചോദിക്കുമ്പോൾ അപ്പം ഇല്ലാന്ന് ഞാൻ സങ്കടത്തോടെ പറയുമ്പോൾ ഈ പ്ലേറ്റ് കൊണ്ട് കമത്തി വെക്കും. പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന 90 രൂപ കൊടുത്താൽ അന്ന് 10 കിലോ റേഷനരി കിട്ടും. അത് കഞ്ഞിയാക്കി ഇവന് കൊടുക്കും. പിന്നെ പറമ്പിന് നമുക്ക് തേങ്ങ എടുക്കാം, ഞങ്ങൾക്ക് അത് പൈസ പിന്നീട് നമുക്ക് ഒന്നിച്ച് കൊടുത്താൽ മതി, വാടക കൊടുക്കുന്ന കൂട്ടത്തില്. അപ്പൊ ഞങ്ങൾ ഈ തേങ്ങ എടുത്ത്, നമുക്ക് അരയ്ക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല എങ്കിലും ചിലപ്പോ ഈ ഓമയ്ക്കൊക്കെ തോരൻ വെച്ച് കുഞ്ഞിന് കൊടുക്കും. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പോഴും ഞാൻ ഇങ്ങനെ ദേവദാസിനോട് പറഞ്ഞു, വീട്ടിൽ ഇരുന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാ, അതുകൊണ്ട് നമുക്ക് സുവിശേഷ വേലയ്ക്കോ വീട്ടിൽ ഇരിക്കുമ്പോഴാ വിശപ്പ് കൂടുതലും, പ്രവർത്തനത്തിന് പോകാം. അങ്ങനെ ഞങ്ങള് ചൗക്കി മയിലാട്ടി എന്ന് പറയും, അവിടുന്ന് ഒരു ഉള്ളിലേക്ക് കുറച്ചൊരു കോളനിയാണ്. ഞങ്ങൾ അവിടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നുപോയി. പോകുന്ന സമയത്ത് എന്നെ നന്നായി വിശന്നു, നന്നായി ദാഹിച്ചു. ഞാൻ അവിടെ ഒരു കിണർ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ഇച്ചിരി വെള്ളം കുടിക്കാമെന്ന്. വെള്ളത്തിന് ചെന്നപ്പോൾ അവിടെ ഈ നമ്മുടെ ഇവിടുത്തെ പോലെ തൊട്ടിയല്ല, കുടമിട്ട വെള്ളം കോരുന്ന പാനി എന്നാണ് അവർ പറയുന്നത്. വെള്ളം കോരി കുടിക്കാൻ ചെന്നപ്പം കുടമില്ല. അപ്പൊ ഞാൻ ആ വീട്ടുകാരോട് പറഞ്ഞു, എനിക്ക് ഇച്ചിരി വെള്ളം വേണമെന്ന്. അവര് വെള്ളം തന്നു. ആ വെള്ളം മേടിച്ച് ഞങ്ങള് കുടിച്ചപ്പോൾ അവര് കുഞ്ഞിന്റെ കയ്യിൽ ഒരു അപ്പം കൊണ്ട് കൊടുത്തു, കൽത്തപ്പം. അത് ഞങ്ങൾ ആദ്യം നമ്മുടെ ഒരു മര്യാദ പ്രകാരം വേണ്ടെന്നൊക്കെ പറഞ്ഞു, എങ്കിലും മനസ്സിലുണ്ട് കിട്ടിയാൽ കൊള്ളാവുന്ന. അങ്ങനെ ആ അപ്പം മേടിച്ച് ഞങ്ങള് 3 പേരും കുറ്റിക്കാട്ടിലിരുന്ന് അത് കഴിച്ചു, വയറ് നിറഞ്ഞു. തിരിച്ച് ഞങ്ങൾ പ്രവർത്തനം എല്ലാം കഴിഞ്ഞ് ഉച്ചയായപ്പോൾ നമ്മുടെ ചർച്ചിൽ വരുന്ന ഒരു സഹോദരിയുടെ ഭവനത്തിൽ കയറി. ഞങ്ങളെക്കാട്ടിലും നിർഗതാവസ്ഥയിലാണ് അവർ കടന്നു പോകുന്നത്. അവർ സ്ഥാപനം നടത്തുവാണ് സിസ്റ്റർ. അപ്പോൾ അത് സാലി എന്ന് പറയും, സിസ്റ്ററുടെ അനീതി എറണാകുളത്തു നിന്ന് കടന്നു വന്നിട്ടുണ്ട്, ജെസ്സി. അപ്പോൾ ജെസ്സി ഞങ്ങളെ കണ്ട് ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ചിറങ്ങാൻ നേരത്ത് മോന്റെ കൊടുത്ത് 10 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ അപ്പൊ ആന്റിയുടെ കയ്യിൽ ഇതേ ഉള്ളൂ, മോൻ ബിസ്ക്കറ്റ് വാങ്ങണമെന്ന്. അപ്പൊ ഞങ്ങൾക്ക് തിരിച്ചു വീട്ടിൽ ചെന്നാൽ ആഹാരത്തിന് വകയില്ല. അപ്പോൾ ദേവദാസൻ അവിടുന്ന് പ്രാർത്ഥിച്ചിറങ്ങി എന്നോട് പറഞ്ഞു, 2 രൂപ എന്റെ കയ്യിലുണ്ട്, 1 കിലോ അരി മേടിച്ചാൽ നാണംകേടാ, നമ്മുടെ പഞ്ഞും ഇന്ന് മാറും, പഴി ഒരിക്കലും മാറത്തില്ല. അതുകൊണ്ട് നമ്മളിവിടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വന്നാണ്, നിർഗതി ഇല്ലാത്തവരാന്ന് കണ്ടാൽ അത് മറ്റ് ഇതായിട്ട് തീരും. അതുകൊണ്ട് നമുക്ക് അരി മേടിക്കേണ്ട, റവയോ എന്തെങ്കിലും മേടിക്കാം. അങ്ങനെ ഞങ്ങൾ കടയിൽ ചെന്നു. ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ വഴികളാണ്. കടയിൽ ചെന്നപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, എന്താ ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നും പറഞ്ഞു, ചേട്ടാ പുതിയ അരി വന്നിട്ടുണ്ട്, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, 1 കിലോ അരി സാമ്പിൾ കൊണ്ടു, നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ ബാക്കി വന്ന് മേടിച്ചാൽ മതി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു, കാരണം നമുക്കും അരിയാണ്, 1 കിലോ അരി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 3-4 ദിവസത്തേന് പോകും. സന്തോഷകരവും. കഞ്ഞിയുടെ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ആരോഗ്യമാണല്ലോ. അങ്ങനെ ദൈവം അവിടെ ലജ്ജിപ്പിക്കാറ് ദൈവം ഞങ്ങളെ അവിടെ നടത്തി. അങ്ങനെ ഞങ്ങൾക്ക് ആ 8 മാസം അവിടെ കറണ്ട് ഇല്ല, ബാത്റൂം ഇല്ല. പകലൊന്നും നമുക്ക് ഒരു ബാത്റൂമിൽ ഒരു പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ വൈകിട്ട് 7 മണി കഴിയാതെ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഭയങ്കരമായി ബുദ്ധിമുട്ട്. മോനെ മുഖമെല്ലാം കൊതുക് കടിച്ച് വല്ലാത്ത അവസ്ഥയിലായിരുന്നപ്പോൾ അവർ ഒരു ബൾബ് അവരുടെ മീറ്റർ പെരയെന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ തരുവാനിടയായി. അങ്ങനെ 8 മാസം അവിടെ താമസിപ്പാനിടയായി. പിന്നീട് പലരും ഞങ്ങളോട് പറഞ്ഞു, ആ വീട് പ്രേത വീടാണ്, ആ വീട്ടിൽ ആരും താമസിച്ചിട്ടില്ല, അവിടെ ആര് താമസിച്ചാലും ഒന്നിൽ ആത്മഹത്യ ചെയ്യും, അല്ലെ വീട് വിട്ടു പോകുമെന്ന്. എന്നാൽ 8 മാസത്തോളം ഞങ്ങൾക്ക് അവിടെ പാർക്കുവാൻ ദൈവം സഹായിച്ചു. അവിടുന്ന് ഞങ്ങള് വീട് മാറി വേറൊരു സ്ഥലത്തേക്ക് പോയി.
അങ്ങനെ ദൈവം പലരും വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനിടയായി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ആൾക്കാർ കൂടുമ്പോൾ അവിടെയുള്ള ക്വാർട്ടേഴ്സിലെ ഓണർമാർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം അവർ പറയുന്നത് ഇവിടെ പറ്റത്തില്ല, ഞങ്ങൾ അടച്ചിട്ട് സ്വാതന്ത്ര്യമില്ലാതാണ് ആരാധിക്കുന്നത്. ഏകദേശം ഞങ്ങൾ ഓർമ്മയാണെങ്കിൽ 14 വീട് ഞങ്ങൾ മാറി, അവിടുത്തെ വേലയോടുള്ള ബന്ധത്തില് അങ്ങനെ വീട് മാറി 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 ഞങ്ങൾ പോകുമ്പോൾ ഒരു വശത്ത് മനുഷ്യരുടെ നിന്ന, ഒരു വശത്ത് ദൈവമക്കളും ഞങ്ങളോടൊപ്പം കടന്നു വരും. സ്നാനപ്പെടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്, സ്നാനം നടത്തണമെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ തുറസായ സ്ഥലങ്ങളിൽ കൊണ്ട് സ്നാനപ്പെടുത്തുവാൻ പറ്റത്തില്ല. അങ്ങനെ ഒത്തിരി സങ്കടങ്ങൾ കൂടെ കടന്നുപോയി. അങ്ങനെ നേരെ ഞങ്ങള് ചട്ടഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്തു. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് അവിടെ ഒരു ക്രൈസ്തവ കുടുംബം താമസിക്കുന്നുണ്ട്, ജോസുവില ഫാമിലി എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി യേശുവിനെ കുറിച്ച് പറയുകയും അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാൻ ഇടയായി. അങ്ങനെ ആ വീട്ടുകാർ ഞങ്ങളുമായിട്ട് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾക്ക് കിടക്കുവാൻ കട്ടിലും ഒന്നുമില്ല. ഒരു ദിവസം ഈ സിസ്റ്റർ കടന്നു വരുമ്പോൾ ഞാൻ നടുവേദന എടുത്ത് കിടക്കുകയാണ്. കാരണം തറയിലെ വെള്ളം, ഈ തറയ്ക്ക് പൊക്കമില്ലാത്തത് കൊണ്ട് നമ്മൾ പായിട്ട് രാവിലെ എഴുന്നേക്കുമ്പോൾ പായെല്ലാം നനഞ്ഞിരിക്കും. നടുവിന്റെ വേദന ഞങ്ങളെ വിട്ടുമാറാതെ ഇരുന്നപ്പോൾ ഈ സിസ്റ്റർ വന്നിട്ട് ഇവർക്ക് ഭയങ്കര സങ്കടം. അപ്പം ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരൻ, ലിജി എന്നാണ് ചേച്ചിയുടെ പേര്. അപ്പം പറഞ്ഞു, എന്തോ ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ കട്ടില് കിടപ്പുണ്ട്, നീ അത് വന്ന് എടുത്തോണ്ട് പോ, നീ എന്റെ നടുവേദന മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ കട്ടിൽ തരുവാനിടയായി. അപ്പോൾ അവിടുത്തെ അച്ചായന് ബന്ധുക്കോസ്സാരോട് ഭയങ്കര എതിർപ്പുള്ള വ്യക്തിയാണ്. അച്ചായന് ഇഷ്ടപ്പെട്ട് അന്ന് സമ്മതിച്ചുവെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ചായൻ പറഞ്ഞു, ഈ കട്ടില് തിരിച്ചു മേടിക്കണോന്ന് പറഞ്ഞു. അവര് ഞങ്ങളോട് ചോദിക്കുവാൻ പറ്റുമോ, ചോദിക്കാതെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെ അവര് കടന്നുപോയി. എന്നാലും കാരണം അവിടെ ഞങ്ങള് ഈ ഫിലിം ഒക്കെ കാണിക്കുമായിരുന്നു, തീനരവൊക്കെ. എന്നിട്ട് ഈ അച്ചായൻ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതിനോടുള്ള വാശിക്ക് ബന്ധുക്കോസുകാർ ഇവിടെ നിൽക്കണ്ട എന്നുള്ള ഒരു രീതിയിൽ അച്ചായൻ ഞങ്ങളോട് കട്ടിൽ തിരിച്ചു വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ പോയി ഒരു കട്ടിലിന് വില അന്വേഷിക്കണോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഈ ചേച്ചി ഇപ്പൊ കട്ടിൽ മേടിക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്കില്ല. അപ്പോൾ എന്നോട് പറഞ്ഞില്ല, നീ ഇന്ന് അന്വേഷിക്കുവാൻ പറഞ്ഞു, ഞാൻ പൈസ തരാം, നിങ്ങൾക്കുണ്ടാകുന്ന കാലത്ത് തന്നാ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഡബിൾ കോട്ടിന്റെ കട്ടിൽ വാങ്ങിക്കുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെ ഓരോ അനുഭവങ്ങൾ കൂടെ ദൈവം ഞങ്ങളെ അവിടെ നടത്തി സഭയും വളർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ രണ്ടാമത്തെ മോളെ ഗർഭിണിയായിരുന്ന സമയത്ത് മോന്റെ പ്രസവത്തിന് ഓപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ രണ്ടാമത്തെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞങ്ങൾ കാസർഗോഡ് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അപ്പൊ നാട്ടിലേക്ക് വരണം. അപ്പോൾ എന്റെ മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞു, കോലഞ്ചേരി മെഡിക്കൽ മിഷനിൽ ഒത്തിരി പൈസ ആകത്തില്ല, റാന്നിയിലൊക്കെ ഒത്തിരി പൈസയാകും, അതുകൊണ്ട് കോലഞ്ചേരി മെഡിക്കൽ മിഷനിൽ വലിയ പൈസ ആകത്തില്ല, അവിടെ നമുക്ക് ഡെലിവറി ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ ആയതുകൊണ്ട് അതിനുള്ള സാമ്പത്തികമായ ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് തുച്ഛമായ വരുമാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങള് നമുക്ക് കിട്ടുന്ന ആഹാരം കഴിക്കും. പിന്നെ ആഹാരം എന്ന് പറയുന്നത് നമുക്ക് വിശപ്പിനുള്ള അരിയും ചോറുണ്ട്, അല്ലാതെ വലിയ കറികളോ ഫ്രൂട്ട്സോ അങ്ങനൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. കാരണം ദൈവം ആരോഗ്യവും ബലവും ശക്തിയും തന്നുകൊണ്ടിരുന്നു. അങ്ങനെ മോളെ പ്രഗ്നന്റ് ആയ സമയത്ത്, ഡെലിവറിയുടെ സമയത്ത് ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു വന്നു. അപ്പോൾ കോലഞ്ചേരി മെഡിക്കൽ മിഷനിൽ വെച്ച് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഫെബ്രുവരി 19 എനിക്ക് ഡേറ്റ് പറഞ്ഞു, ഓപ്പറേഷനെ നടക്കത്തുള്ളൂ, ഡെലിവറി നടക്കത്തില്ല എന്ന് ജനുവരിയിൽ അവര് പരിശോധിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസമായിരുന്നു. കാരണം എനിക്ക് അറിയാം, ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ ഒത്തിരി സാമ്പത്തികം വേണം, പിന്നെ വീട്ടിൽ പോയാൽ നമുക്ക് ഒത്തിരി റെസ്റ്റ് വേണം, അതുപോലുള്ള ആഹാര കാര്യങ്ങളൊക്കെ കഴിക്കണം. എൻ്റെ വീട്ടിലും അതിനുള്ള സാഹചര്യങ്ങളില്ല. അച്ചാച്ചനും അമ്മയും സുവിശേഷ വേലക്കാരാണ്, ഞങ്ങൾക്കും തുച്ഛമായ വരുമാനമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കും, എഴുതി വെച്ചു പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ എനിക്ക് ഒരു നോർമൽ ഡെലിവറി വേണമെന്ന്. കാരണം ദൈവത്തിന്റെ വചനം ഞാൻ ഇങ്ങനെ പറഞ്ഞു, കാരണം വാഗ്ദത്തങ്ങൾ ദൈവം നമ്മൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, കർത്താവേ നീ വാഗ്ദത്തം കൊടുത്ത് വേദനയോടെ മക്കളെ പ്രസവിക്കുമെന്ന്. അങ്ങനെയെങ്കിലും ഞാൻ നിന്റെ പൈതലാണ്, ഞാൻ ഒരു സുവിശേഷ വേലക്കാരിയാണ്, എനിക്ക് വേദന ഞാൻ സഹിച്ചോളാം, എനിക്ക് വേദനയോടെ മക്കളെ പ്രസവിക്കുന്നുള്ള വാഗ്ദത്തം എന്നിൽ നിറവേറണമേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ഓപ്പറേഷൻ ആയതുകൊണ്ട് ഡെലിവറിയുടെ വേദനയൊന്നും എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്ന വേദനയോടെ മക്കളെ പ്രസവിക്കൂ എന്നുള്ളൊരു വാഗ്ദത്തം ഉണ്ടല്ലോ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് വാഗ്ദത്തത്തിൽ ക്ഷീണിച്ചു പോകരുതെന്ന. ദൈവം ഒരു വാഗ്ദാനം പറഞ്ഞെങ്കിൽ അത് ഊവ ഊവ എന്ന. അപ്പം ദൈവത്തിന്റെ വാഗ്ദാനം എന്നിൽ നിറവേറണം
തരണമേ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പിറ്റേ മാസം ഫെബ്രുവരി അവര് 18-ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്തു. അപ്പോഴും ഡോക്ടർ അപ്പോൾ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ആണെങ്കിൽ അവർ 3000 രൂപ കെട്ടിവെക്കണം. അന്ന് ഡെലിവറി ആണെങ്കിൽ 1000 രൂപ കെട്ടിവെച്ചാൽ മതി. ഇപ്പൊ ഞങ്ങളുടെ പൈസ ഒന്നും അധികമില്ല, കെട്ടിവെക്കാനുള്ള പൈസയേ ഉള്ളൂ. അപ്പോൾ ദേവദാസനും മാതാവും എല്ലാവരും ചർച്ചില് ഞങ്ങളായിരുന്ന സവാൽ ചേച്ചി കുടുംബം എല്ലാവരും ഭയങ്കര പ്രാർത്ഥനയാണ് ഡെലിവറി നടക്കണം. പക്ഷെ ശാരീരികം വൈദ്യശാസ്ത്രപരമായി ആദ്യത്തെ ഓപ്പറേഷൻ ആയതുകൊണ്ട് രണ്ടാമത്തെ ഡെലിവറി നടക്കാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ രാവിലെ ഡോക്ടർ വന്ന് എന്നെ പരിശോധിച്ച് 19-ാം തീയതി പരിശോധിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിനെയും വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ ബ്ലഡ് എല്ലാം ക്രോസ് മാച്ച് ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെ O പോസിറ്റീവ് ആണ്. ബ്ലഡ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്രോസ് മാച്ച് ചേരുകയും ചെയ്യും. എന്നിട്ട് പറഞ്ഞു ഡെലിവറി നടക്കാൻ യാതൊരു സാധ്യതയുമില്ല, ഓപ്പറേഷനെ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇല്ല ഡോക്ടറെ, പ്രസവം നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവര് ചിരിച്ചിട്ട് പറഞ്ഞു നമുക്ക് അരക്കൈ നോക്കാം, പുള്ളിക്കാരുടെ ഒരു വിശ്വാസമല്ലേ, ഞങ്ങൾ അല്പസമയം അതിനുവേണ്ടി നാളെ വെയിറ്റ് ചെയ്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഫെബ്രുവരി 20-ാം തീയതി രാവിലെ 7 മണിക്ക് ലേബർ റൂമിൽ കയറ്റി. അപ്പോൾ ഞാൻ ലേബർ റൂമിൽ കയറുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുമെന്ന്. അപ്പൊ നമുക്ക് ദൈവവചനം അറിയാമെങ്കിലും ചില സമയങ്ങളിൽ ചില വചനങ്ങൾ നമ്മുടെ ഹൃദയത്തെ ക്രിയ ചെയ്യും. അപ്പോൾ ഈ വചനം എൻ്റെ ഹൃദയത്തെ വല്ലാതെ അങ്ങ് ചലഞ്ച് ചെയ്തു. ഞാൻ പറഞ്ഞു കർത്താവെ, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അതിന്റെ അപ്പുറത്ത് എടുത്തു വെച്ചിരിക്കുക എൻ്റെ കൃപ നിനക്ക് മതി. ഈ 2 വചനം എൻ്റെ ഹൃദയത്തിലേക്ക് വലിയ ചലനം ഉണ്ടാക്കി. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അടുത്ത ബെഡുകളിലൊക്കെയും അവരെ സാധാരണ ഡ്രസ്സാണ് ഇടിയിപ്പിച്ചേക്കുന്നത്, എന്നെ വേറൊരു പ്രത്യേക ഡ്രസ്സാണ്. കാരണം അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകാനുള്ള ഡ്രസ്സാണ് എന്നെ ധരിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു ഇതിനു വേണ്ടി മാത്രമാണ് അവര് അല്പനേരം വെയിറ്റ് ചെയ്യാവുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ഓപ്പറേഷത്തിന് ഇവര് കൊണ്ടുപോകുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെ എൻ്റെ വയറെ കൈവച്ച് ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ എനിക്കത് ചിന്തിക്കുമ്പോൾ ഒരു ചിരി പോലെ തോന്നും. ഞാൻ പറയും കർത്താവെ, യേശുവിന്റെ നാമത്തിൽ വേദന വരട്ടെ, വേദനയോടെ മക്കളെ പ്രസവിക്കുമെന്ന് പറഞ്ഞല്ലോ, ആ വാഗ്ദത്തം എന്നെ നിറവേറ്റിയേ മതിയാവുന്നുള്ള ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഈ 2 വചനം ഞാൻ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നു. പക്ഷെ എന്നെ ഈ നേഴ്സുമാരാരും ശ്രദ്ധിക്കുന്നില്ല. കാരണം അവരുടെ മനസ്സിൽ ഓപ്പറേഷൻ എന്നുള്ള ചിന്തയാ. അങ്ങനെ ഞാൻ ഇങ്ങനെ കിടന്നുകൊണ്ടിരുന്നു. വെളിയിലെ ദേവദാസനും മാതാവും ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരിക്കുന്നു. സഭക്കാര് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 11 മണി കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു വേദന വരാൻ തുടങ്ങി. ഞാൻ മിണ്ടിയില്ല, എനിക്ക് പേടിയാ, ഇവരോട് എന്തെങ്കിലും പറഞ്ഞാൽ ഇവരെന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു. അപ്പോൾ ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സ് വന്നിട്ട് എന്നോട് ചോദിച്ചു ബാത്റൂമിൽ വല്ലതും പോണോ. ആദ്യം ഞാൻ പറഞ്ഞു വേണ്ട. എന്നിട്ട് എന്നെ പോയിട്ട് വരാൻ പറഞ്ഞു. പോയിട്ട് വന്നു. എന്നോട് ചോദിച്ചു വേദനയുണ്ടോ. ഞാൻ പറഞ്ഞു ചെറിയ വേദന വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവര് പറഞ്ഞു നടക്കുമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ഇല്ല, നടക്കുമെന്ന് പറഞ്ഞു. 12:20 ആയപ്പോൾ ഞാൻ പ്രസവിപ്പാൻ തക്കവണ്ണം ഇടയായി. എൻ്റെ ഡോക്ടർ ഓടി, മിനി ഐസക് എന്ന് പറഞ്ഞ ഡോക്ടറാണ്. ഡോക്ടർ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞല്ലോ പിടിവാശി പോലെ നടന്നല്ലോ എന്ന്. ഞാൻ അവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടയായി. കാരണം ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. മനുഷ്യനെല്ലാം അസാധ്യം, എന്നാൽ എൻ്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ശരീരങ്ങളെ നിർമ്മിച്ചവൻ, ശരീരത്തിന്റെ കേടുകളെ നീക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. നമ്മുടെ അസ്ഥികളെ നിർമ്മിച്ചവൻ കർത്താവാണ്. നമ്മുടെ സന്ധി മജ്ജകളുമേൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുന്നത്. ഒരിക്കലും വൈദ്യശാസ്ത്രത്തിന് പരിമിതികളുണ്ട്. അവർ പഠിച്ചു വെച്ച ആ അറിവോടെയാണ് അവർ സംസാരിക്കുന്നത്. എന്നാൽ ദൈവമാണ് നമ്മെ നിർമ്മിച്ചവൻ. ആ ദൈവത്തിന് അറിയാം നമ്മുടെ ശരീരത്തിന്റെ പ്രവൃത്തി എന്താന്നുള്ളത്. തക്ക സമയത്ത് ദൈവം ആരോഗ്യമുള്ള കുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നു. അപ്പോൾ അതിനു മുമ്പേ ദേവദാസന് ചർച്ചിന്റെ ഒരു എക്സാം വന്നപ്പോൾ ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതി വെച്ചു ഒരാണും ഒരു പെണ്ണുമാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, അന്ന് സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് ഒന്നും അവർ പറയുവാൻ പറയത്തില്ല. അപ്പോൾ ഇങ്ങനെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് മക്കൾ ഏതായാലും ഞങ്ങൾക്ക് ഒരു ഇതുമില്ല, ഞങ്ങൾ ഏതിനെ സ്വീകരിക്കുക. എങ്കിലും ദേവദാസനും പെങ്ങന്മാരില്ലാത്തതുകൊണ്ട് പെൺകുട്ടികളോട് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്രസവത്തിന് മുമ്പേ ഓഫീസിലെ ലൈസൻസിന്റെ എക്സാം എഴുതാൻ പോയപ്പോൾ എഴുതി വെച്ചു ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി എന്ന്. അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു പെൺപതിനെ ഞങ്ങൾക്ക് ദാനമായി തന്നു.
7-ാം ദിവസം ഞങ്ങൾക്ക് തിരിച്ച് കാസർഗോഡേക്ക് കടന്നു വരണം. കാരണം കർത്താവിന് ദാസൻ തനിയെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ തിരിച്ച് ആ പ്രവർത്തന സ്ഥലത്തേക്ക് തന്നെ പോകാൻ ആഗ്രഹിച്ചു. അപ്പൊ ഞങ്ങൾക്ക് അപ്പോൾ ആശുപത്രിയിൽ ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആഹാരം മേടിച്ചു തരാനൊക്കെ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ ദൈവം അതെല്ലാം തക്ക സമയത്ത് പ്രവർത്തിച്ചു. തിരിച്ചു പോരണമെങ്കിൽ റിസർവേഷൻ ചെയ്യുവാനുള്ള സാഹചര്യം ഞങ്ങൾക്കില്ല. അങ്ങനെ ദേവദാസനും അച്ചാച്ചനും അമ്മയും ഞങ്ങൾക്ക് 4-5 പേർക്ക് റിസർവേഷൻ ചെയ്യണമെങ്കിൽ അന്ന് നല്ലൊരു തുക വേണം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു പരശുറാം എക്സ്പ്രസ് ആണ്, ഡേ എക്സ്പ്രസ് ആണ്, നമുക്ക് അതിന് ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ചേച്ചിയുടെ ഭവനത്തിൽ നിന്ന് ഒരു കാറ് വിളിച്ച് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. 7 ദിവസമേ ആയുള്ളൂ. അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. അന്നേരം ഇത്രയും മണിക്കൂർ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, അച്ചാച്ചനും അമ്മയും എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ലേലും വേണ്ടില്ല, ഇന്ദുവിനെ കിടന്നു പോകാൻ ഒരു സൗകര്യം ഒരുക്കണേന്ന്. അങ്ങനെ ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങൾ ഇരുന്ന ആ ഒരു കമ്പാർട്ട്മെന്റിന്റെ ആ ഒരു ഭാഗം ഞങ്ങൾക്ക് ലഭിക്കാനിടയായി. എന്നെ ഒരു കയറ്റി കിടത്തി. ഒരു മനുഷ്യനും അങ്ങോട്ട് വന്നില്ലെന്നുള്ളതാണ്. ഞങ്ങൾ അവിടെ കാസർഗോഡ് ഇറങ്ങുന്നിടം വരെ ഞങ്ങൾ കിടന്ന സ്ഥലത്ത് ഇവര് ഒരു സീറ്റ് മൊത്തം ഇവര് 3 പേര് വരുന്നു. എനിക്കൊരു കിടന്നു വരുവാൻ ദൈവം സഹായിച്ചു. ദൈവം കരുതുന്ന ദൈവമാണെന്ന് ഒരിക്കൽ കൂടെ ഒക്കെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു അവന്റെ പ്രവൃത്തികളെല്ലാം വലുതാണെന്ന്. കാരണം നമുക്കറിയാം ശീമോൻ പത്രോസിനും കൂട്ടർക്കും വേണ്ടി അവര് വിശന്ന് അവരെല്ലാം നഷ്ടപ്പെട്ട്, പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. ശീമോൻ പത്രോസും കൂട്ടരും വല വീശി. ഇനി ആരും സഹായിക്കാനില്ല. വിശന്ന് വലഞ്ഞ ഒരു കൂട്ടം ശിഷ്യന്മാരുടെ നടുവിലേക്ക് കർത്താവ് ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ച ദൈവമാണ്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്നുള്ളത് ആ വചനത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഞങ്ങള് 28 ദിവസമേ ഞാൻ റെസ്റ്റ് എടുത്തുള്ളൂ. 28-ാം ദിവസം മുതൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പിന്നെയും കടന്നു പോകുവാൻ ഇടയായി. അങ്ങനെ അനേക വീടുകൾ മാറേണ്ടി വന്നു. ഒരിക്കല് ഞങ്ങള് അവിടുന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടില് ആരാധന ആൾക്കാർ കൂടി. അങ്ങനെ അവര് വല്ലാതെ പ്രശ്നം ഞങ്ങളോട് ഇടയ്ക്കെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒരിക്കൽ ഞാൻ അനുഭവം പറയാം. ഞാനും എൻ്റെ ഹസ്ബൻഡും നമ്മുടെ ചർച്ചിലെ ഒരു ആന്റിയും ഞങ്ങളിങ്ങനെ അന്ന് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ഉമ്മ വന്ന് വളരെയധികം കതകിന് കൊട്ടിയിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഞങ്ങൾ 3 ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ ആണ്. അപ്പോൾ അവര് വളരെയധികം ഇവിടെ പ്രശ്നം, അവര് പറയുന്ന കൂക്കൽ ഉണ്ടാക്കാൻ പാടില്ലെന്നും പറഞ്ഞു. പക്ഷെ ഞങ്ങള് പെതുക്കെയാണ് പ്രാർത്ഥിച്ചത്. ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവർ ആടിനെ കെട്ടാൻ വന്നപ്പോൾ ഞങ്ങളുടെ ഒച്ച കേട്ടെന്നും പറഞ്ഞ് ബഹളം വെച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നീട് പെതുക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു. എങ്കിലും ഞങ്ങൾക്ക് അത് ഭയങ്കര വിഷമം ഉണ്ടാക്കി. അങ്ങനെ 3-ാമത്തെ ദിവസം ആരാധനയ്ക്ക് രാവിലെ ഞാൻ അന്ന് വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കും. അപ്പൊ ഞാൻ തിരക്ക് വെച്ച് പണി എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ ഉമ്മാടെ മൂത്ത മരുമോള് പറഞ്ഞു, ചേച്ചി അറിഞ്ഞില്ലേ സംഭവം ഒന്നും? ഞാൻ ചോദിച്ചു, എന്താ ആന്റി? അന്നേരം പറഞ്ഞു, ഞങ്ങളുടെ ആടിനെ കള്ളൻ കട്ടോണ്ട് പോയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെ? അത് അവര് താമസിച്ചിരുന്ന ഈ ആടിനെ കെട്ടുന്നത് കെട്ടിടം വാർക്ക കെട്ടിടം, ഒരു മനുഷ്യർ താമസിക്കുന്ന രീതിയിലുള്ള സംവിധാനത്തിലാണ് ആടിനെ കെട്ടിയത്. പക്ഷെ അതിനകത്തുനിന്ന് ആടിനെ കള്ളന്മാര് കൊണ്ടുപോയി എന്ന് പറയുവാനിടയായി. എന്നാൽ ഞങ്ങൾ പിന്നീട് അത് പറയുവാനിടയായി. അവർ ആടിനെ കെട്ടാൻ വന്നപ്പോഴാണ് അവർക്ക് ഈ ശബ്ദം അരോചകമാകുന്നു എന്ന് പറയുവാനിടയായത്. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി. അതിനുശേഷം ഉമ്മ ഞങ്ങളോട് പിന്നെ ഒന്നും പ്രതികരിക്കത്തില്ല. ഞങ്ങൾക്ക് ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടായി. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ കാണുവാനിടയായി. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് വേറൊരു വീട്ടിലേക്ക്, വാടക വീട്ടിലേക്ക് കടന്നുപോയി. അവിടെ ഞങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിൽ നിന്ന് ഒരു ടീം കടന്നു വന്നു. ബെന്നിപ്പാഷ് എന്ന് പറയും, കീഴ്വാഴ്പൂരുള്ള ഈ ബെന്നിപ്പാഷു അവരെ ഒരു 10 പേരോളം ഉണ്ട്. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 10 പേരോളം ഉണ്ട്. ഒരു ടെമ്പോ ട്രാവലറിന് അവിടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കടന്നു വന്നു. അങ്ങനെ ഇവര് ടീമായിട്ട് രാവിലെ പോകുമ്പോൾ ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്ത് കൊടുത്തു വിടും. അങ്ങനെ ഇവര് പോയി പ്രവർത്തിച്ച് 3 ദിവസമാണെന്ന് എനിക്ക് ഓർമ്മ ശരിയാണെന്ന്. ആ 3 ദിവസം കഴിഞ്ഞ് ഇവര് തിരികെ നാട്ടിലേക്ക് പോയി. എന്നാൽ അവര് പോയി കഴിഞ്ഞപ്പോൾ അതിന്റെ വീടിന്റെ ഓണർ വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇവിടുന്ന് റൂം മാറണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ
അവർ വല്ലാത്ത രീതിയിൽ എന്നോട് പെരുമാറുവാൻ തക്കവണ്ണം ഇടയായി. കാരണം വന്നതെല്ലാം സഹോദരന്മാരൊക്കെ ആയിരുന്നു. അവരുടെ ബാത്റൂമിന് കംപ്ലൈന്റ് വരും. അങ്ങനെ അവരെ പ്രത്യേകിച്ച് കാസർഗോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പാറയാണല്ലോ, അവിടെ കുഴി കുത്താനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവര് ഒരു ചെറിയ ഫാമിലിയാണ്, ഒരു ക്വാർട്ടേഴ്സിൽ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, പറ്റത്തില്ല, നിങ്ങൾ ഇപ്പോൾ തന്നെ വീട് മാറണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ കുറച്ച് അധിക്ഷേപിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ വളരെയധികം നിന്ന് കരയുവാനിടയായി. കർത്താവേ, നിന്റെ നാമത്തിന് വേണ്ടിയാണല്ലോ ഞങ്ങൾ ഈ പഴിയൊക്കെയും കേൾക്കുന്നത്. ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യത്തോട് ആരാധിക്കാൻ ഒരു സാഹചര്യം തരണേന്ന് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ വീട് മാറണമെങ്കിൽ ഞങ്ങൾക്ക് പൈസ അഡ്വാൻസ് വേണം, ഒരു വീട് മാറണമെങ്കിൽ വണ്ടി വിളിക്കണം, സാധനങ്ങൾ കൊണ്ടുപോകണം, ഒത്തിരി ബന്ധപ്പാടുകളുണ്ട്. ഞങ്ങൾ ആകെപ്പാടെ വിഷമിച്ചു. അങ്ങനെ ഞങ്ങൾ തന്നെയാണ് റൂം അന്വേഷിച്ച് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ചട്ടഞ്ചാലം എന്ന് പറഞ്ഞ സിറ്റിയിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. പ്രാർത്ഥനയ്ക്കെന്ന് പറയുമ്പോൾ ഒരു വ്യക്തികളും ആരാധനയ്ക്ക് തരത്തില്ല. അങ്ങനെ ഞങ്ങൾ ഒരു വീട് കണ്ടു. ഒരു ഏക്കർ സ്ഥലമോളം ഉണ്ട്. അതിനകത്തൊരു വീട് പൂട്ടിക്കിടക്കുന്ന കണ്ടു. അപ്പോൾ ഞങ്ങള് താമസിച്ച ജോർജേട്ടൻ ജോർജേട്ടനുമായിട്ട് ബന്ധപ്പെട്ടു. ജോർജേട്ടൻ, ഇങ്ങനെ ഒരു വീട് ഇവിടെ കിടക്കുന്നു, ഇത് വാടകയ്ക്ക് കൊടുക്കുമോ എന്ന് അറിയുവാൻ ചോദിച്ചു. അപ്പോൾ ഈ അച്ചായൻ പറഞ്ഞു, ജോർജേട്ടൻ പറഞ്ഞു, അത് എൻ്റെ ഫ്രണ്ടിന്റെ വീടാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, എവിടാ നിൽക്കുന്നത്, നിങ്ങൾ അവിടെ നിൽക്കും, ഞാൻ ഇപ്പോൾ അതിലെ പാസ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ചേട്ടൻ കടന്നു വന്ന് ഈ ഓണറിനെ വിളിച്ചപ്പോൾ ഓണർ മംഗലാപുരത്താണ് താമസിക്കുന്നത്. ആ ആള് പറയാണ്, ഞാൻ ഇപ്പോൾ ചട്ടഞ്ചാലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എവിടാ നിൽക്കുന്നത്, ആ സ്ഥലത്ത് തന്നെ നിന്നോ, നമുക്ക് ഇപ്പൊ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു. 3000 രൂപ വാടകയാണെന്ന് പറഞ്ഞത്. ഈ ചേട്ടൻ പറഞ്ഞ് 500 രൂപ കുറച്ച് 2500-ന് ഉറപ്പിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് 2500-ന് ഉറപ്പിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ആകെ ഓഫീസിൽ നിന്ന് കിട്ടുന്ന 2000 രൂപയാണ് ഞങ്ങളുടെ ചെലവിനും വാടകയ്ക്കും എല്ലാം കൂടെ. അത് 2000 നമ്മുടെ കയ്യിൽ കിട്ടത്തുമില്ല. അപ്പൊ ഞങ്ങൾ വിശ്വാസത്താൽ ചിന്തിച്ചു, പിന്നെ ഇത് എടുക്കുക എന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് വാക്ക് കൊടുത്ത് ഓഫീസിൽ പറഞ്ഞപ്പോൾ അന്ന് കേസിയോൺ സാറാണ് ഓവർസിയർ, സാറ് 2000 രൂപ ഞങ്ങൾക്ക് അയച്ചു തന്നു. ഞങ്ങൾ വീട് എടുത്തു. അവിടെ നമുക്ക് ആരാധനയ്ക്ക് വലിയൊരു വീടാണ്, കൃഷി ചെയ്യാം. അങ്ങനെ ഞങ്ങള് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞങ്ങള് തീരുമാനമെടുത്തത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. മോന് 3-ലാണെന്ന് പഠിക്കുന്നത്, മോള് LKG ചേർത്തതേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു, കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് ഇങ്ങ് മാറ്റി വിടാം, നമുക്ക് മലയാളം മീഡിയത്തിൽ ചേർക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു. പക്ഷേ ദൈവം അതിനൊന്നും ഇടവരുത്തിയില്ല. ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോന്നിയിലെ VP തോമസ് എന്ന് പറഞ്ഞ പാസ്റ്റർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, കോന്നിയിലുള്ള ഒരു ഈശോ അപ്പച്ചനെ ഉണ്ണികൃഷ്ണൻ പാസ്റ്ററെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ അതുകൊണ്ട് നാട്ടിൽ വരുമ്പോൾ ഒന്ന് കാണണം, നിങ്ങൾക്കൊരു എല്ലാ മാസവും നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുവാനിടയായി. അങ്ങനെ 1500 രൂപ വെച്ച് അപ്പച്ചൻ ഞങ്ങൾക്ക് ഏകദേശം 1.5 വർഷത്തോളം അപ്പച്ചൻ ഞങ്ങളെ സഹായിക്കുവാനിടയായി. ഞങ്ങൾ ആ വീട്ടിൽ പാർക്കുവാനിടയായി. അപ്പോൾ അതിനു മുമ്പേ എൻ്റെ മോനെ സ്കൂളിൽ വിട്ടിട്ടില്ലായിരുന്നു. 4.5 വയസ്സ് വരെ അവനെ സ്കൂളിൽ ചേർത്തില്ല. കാരണം ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനങ്ങളോ സാഹചര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അവന് മറ്റുള്ള കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഇവരിങ്ങനെ നോക്കിയിരുന്ന് സങ്കടപ്പെടും, ഞങ്ങളോടൊന്നും പറയില്ല. അങ്ങനെ ഞങ്ങളും വിഷമിച്ചു. പാഷ അങ്ങനെ ഇച്ചിരി ദൂരെയുള്ള ഒരു അംഗൻവാടി കൊണ്ടുവിട്ടു. പക്ഷേ അവൻ എന്നും ജലദോഷവും അങ്ങനെ പലവിധമായ അസ്വസ്ഥതകൾ കടന്നു വന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കുഞ്ഞിനെ സ്കൂളിൽ വിടാൻ ഒരു വഴി തുറക്കണേന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചുരുക്കി പറയട്ടെ, ഞങ്ങളുടെ തൊട്ട് താമസിക്കുന്ന ക്വാർട്ടേഴ്സിനകത്ത് 3 കന്നഡ ബ്രദേഴ്സാ താമസിക്കുന്നത്. അവര് മൈലാട്ടി ഡീസൽ പ്ലാന്റിലെ ജോലിക്കാരാണ്, കന്നഡക്കാരാണ്. അപ്പോൾ അവര് എപ്പോഴും ഈ ജോയലിനോട്, എൻ്റെ മോനോട് വലിയ കാര്യമാണ്, അവനോട് വന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കുമ്പോൾ ഇവൻ മലയാളം പറയും. അങ്ങനെ അവർ കുറച്ച് മലയാളം ഒക്കെ പഠിച്ചു. എന്നിട്ട് അവർക്ക് ഇവനോട് പ്രത്യേകത. അപ്പൊ ഇവരെപ്പോഴും ചോദിക്കും, എന്റെ ജോയലിനെ സ്കൂളിൽ വിടാത്തതെന്ന്. ഞങ്ങൾ പറയും, അവൻ കൊച്ചാണ്, നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, സാമ്പത്തിക പ്രോബ്ലമാണ്. എന്നാൽ ഒരു ദിവസം ഞങ്ങൾ വാതിക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈരേശും ആനന്ദ് എന്ന് പറഞ്ഞ 2 പേര് വന്നിട്ട് പറഞ്ഞു, അങ്കിളും ആന്റി ഇവിടെ ഇരിക്കണം, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞോ, അതെ, ഇന്ന് എന്താണെന്ന് ഞങ്ങളോട് തെളിച്ചു പറഞ്ഞേ പറ്റുള്ളൂ, എന്തുകൊണ്ട് ജോയലിനെ സ്കൂളിൽ വിടാത്തതെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ഒത്തിരി കാര്യം പറഞ്ഞു. അവൻ കുഞ്ഞാണ്, അവന് അസുഖമൊക്കെ വരും, അതുകൊണ്ട് 5-6 വയസ്സായിട്ടേ ഞങ്ങൾ ചേർക്കുന്നുള്ളൂ. അന്നേരം പറഞ്ഞു, ഇല്ല, അങ്കിളും ആന്റിയും പറയുന്നത് ചുമ്മാതാണ്, ഇപ്പൊ പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങളെ കൊണ്ട് അവർ പറയിപ്പിച്ചു, മണി പ്രോബ്ലം ആണ്, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഇവര് 2 പേരും എഴുന്നേറ്റ് പോകുന്ന കണ്ടു.
ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു, അങ്കിളെ ആന്റി പിന്നെ ജോയലിന് ഞങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നു. ഇവിടെ ചാച്ചാ സ്കൂൾ എന്ന് പറയും, മുസ്ലിം മാനേജ്മെന്റ് ആണ്. അതിന്റെ പ്രിൻസിപ്പാൾ ഒരു ഹിന്ദു ആണ്, നായർ തങ്കപ്പൻ പിള്ള എന്ന് പറയും. അപ്പോൾ ആന്റി അങ്കിളും ജോയലിനെ സ്കൂളിൽ നാളെ മുതൽ വിടണം. അങ്കിളും ആന്റിയും ഭക്ഷണം കൊടുത്താൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം അവര് ചെയ്യാം. അപ്പൊ നവംബർ മാസമായി ആ വർഷം അവര് പുസ്തകവും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഡൊണേഷൻ കൊടുത്ത് മോനെ സ്കൂളിൽ വിട്ടു. ദൈവത്തെ അറിയാത്ത കന്നഡക്കാരാണ്. ദൈവത്തിന്റെ വചനം പറഞ്ഞ് ജാതികളെ കൊണ്ട് നിന്നെ പോഷിപ്പിക്കുമെന്ന്. ആ വചനപ്രകാരം കുഞ്ഞിനെ സ്കൂളിൽ വിടാനും ദൈവം അവന് വഴി ഒരുക്കി. അങ്ങനെ ഞങ്ങള് പറഞ്ഞു വന്ന പോലെ ആ വലിയ വീട്ടിൽ ഇങ്ങനെ താമസിക്കുവാണ്. അപ്പൊ ഞങ്ങൾക്കൊരു വലിയ കടം, നാട്ടിലൊരു കടം ഉണ്ടായിരുന്നു. വീടിന് ലോൺ ഒരു 3000 രൂപ ഞങ്ങൾ കാർഷിക വായ്പ ഞങ്ങൾ എടുത്തതാണ്, ഞങ്ങൾക്ക് കാസർഗോഡ് പോകേണ്ട ആവശ്യത്തിനൊക്കെ. അന്നേരം അത് അടയ്ക്കാതെ വന്നിട്ട് ജപ്തിയായി. അപ്പൊ ഞങ്ങളിങ്ങനെ ഒത്തിരി, അപ്പൊ അതിന്റെ ജാമ്യക്കാരൻ ലെറ്റർ ചെന്നു, അത് എത്രയും വേഗം അടയ്ക്കണമെന്ന്. ഞങ്ങളുടെ 1000 രൂപ പോലും എടുക്കുവാനില്ല. ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. എന്ത് ചെയ്യും? ദൈവസന്നിധിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് രാവിലെ ഞങ്ങൾ പ്രവർത്തനത്തിന് കടന്നുപോയി. പോയിട്ട് വന്നപ്പോൾ അവിടെ ഒരു പേപ്പർ എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് കഥകയില്, ഞാൻ കോഴിക്കോട് നിന്ന് വന്നിട്ട് തിരിച്ചു പോയി നിങ്ങളെ കാണാനെന്നും പറഞ്ഞ. അപ്പൊ ഞങ്ങൾ ആ നമ്പരിൽ വിളിച്ചപ്പോൾ ഞങ്ങളുടെ വെച്ചുച്ചിറ സഭയിലെ വാര്യാപുരം വീട്ടിലെ സിനി എന്ന് പറഞ്ഞ സിസ്റ്റർ സൗദിയിലാണെന്ന് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരിയോട് ദൈവാത്മാവ് ഇടപെട്ടു, ഞങ്ങൾക്ക് കുറച്ച് നന്മ അയച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ കോഴിക്കോടുള്ള ഒരു വ്യക്തി നാട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. ആ വ്യക്തിയുടെ കൊടുത്തു വിട്ടതാണ്. പക്ഷെ ഞങ്ങൾക്ക് കൈപ്പറ്റാൻ പറ്റിയില്ല. പിന്നീട് ആ സഹോദരൻ ഞങ്ങൾക്ക് അയച്ചു തന്നു. 5000 രൂപയ്ക്ക് 6000 രൂപയാണ് ആ സിസ്റ്റർ കൊടുത്തു വിട്ടായി. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ആ സമയത്തിന് മുമ്പേ തന്നെ ഞങ്ങൾക്ക് ആ പൈസ അടച്ചു തീർപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അങ്ങനെ അവിടെ ഏകദേശം 1 വർഷത്തോളം, അപ്പോൾ ഞങ്ങൾ ചെന്ന് പാർക്കാൻ തുടങ്ങിയപ്പം തൊട്ട് ആ വസ്തു വസ്തുവിന്റെ വിൽപ്പനയ്ക്ക് ആൾക്കാർ വരാൻ തുടങ്ങി. ഞങ്ങൾ പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങൾക്കൊരു വഴിയാകാതെ ഇതിൽ വിൽപ്പന നടക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെയും അവിടുന്ന് അവര് മാറണമെന്ന് പറഞ്ഞു. കാരണം അവർക്ക് വിൽക്കാനാണ്, പുതിയ ആൾക്കാർ വരുന്നുണ്ട്, അതുകൊണ്ട് മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മാറി ഒരു ക്വാർട്ടേഴ്സിലേക്ക് കടന്നുപോയി. ടൗണിൽ ഒരു കെട്ടിടം എടുത്ത് അവിടെ ആരാധന തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ച്, കർത്താവേ ഞങ്ങൾ വീട് മാറി മാറി ഞങ്ങൾ മടുക്കുകയാണ്, ദൈവം ഞങ്ങൾക്ക് ഒരു ആസ്ഥാനം തരണമേ, ഒരു വഴി തുറക്കണമേ എന്ന് എന്നും ദൈവത്തോട് സഭയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവമക്കൾ കൂടി വരുവാനിടയായി. ഏകദേശം 36 പേരോളം അവിടെ സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. അവിടുത്തെ തദ്ദേശവാസികൾ തന്നെ അവിടെ ആരാധനയ്ക്ക് കടന്നു വരുവാനിടയായി. അങ്ങനെ ഓഫീസിൽ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ചട്ടഞ്ചാലിന് 55നും കൊയിനാച്ചി എന്ന് പറഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾക്ക് റോഡ് സൈഡ് NH ഹൈവേയുടെ അടുത്ത് തന്നെ 12 സെന്റ് സ്ഥലം ദൈവം ഞങ്ങൾക്ക് തരുവാനിടയായി. അവിടെ നല്ലൊരു ചർച്ച് പണിയുവാൻ ദൈവം സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പാഴ്സനേജ് അവിടെ പണിതു, സ്നാനക്കുളം പണിതു. അങ്ങനെ ഒത്തിരി ദൈവപ്രവൃത്തി അവിടെ കാണുവാനിടയായി. അതിനു മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ചട്ടഞ്ചാലിന് ഞങ്ങളെ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഒരു ക്രൈസ്തവ കുടുംബം ഉണ്ടെന്ന്. ആ കുടുംബത്തിലെ അവർക്ക് വലിയ സാമ്പത്തിക ബാധ്യതകളൊക്കെ നേരിട്ടു. അങ്ങനെ ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ അവർക്ക് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾക്കായി. എന്നാൽ അവിടുത്തെ അച്ചായൻ ഞങ്ങളോട് എതിർപ്പ് തുടങ്ങി. അച്ചായൻ ഇങ്ങനെ വാത് വെച്ചു, ഞങ്ങളെ അവിടുന്ന് ഓടിക്കുമെന്ന്. അച്ചായൻ ഒരു ദിവസം അവരുടെ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞു, 24 മണിക്കൂർ മുമ്പേ ഇവിടുന്ന് ഈ പാസ്റ്ററേയും കുടുംബത്തെ ഞാൻ ഇവിടുന്ന് പറിച്ചു കളയുമെന്ന് പറഞ്ഞു. കാരണം അവർക്ക് അതിന് മാനസികമായി കഴിയും. കാരണം ഒരു മകൻ മേജറാണ്, ഒരു മകന് റെയിൽവേ SI ആണ്, ഇളയ മകൻ ബിസിനസ്. അവർ വലിയ സാമ്പത്തിക കാര്യങ്ങളും അവിടെ ആൾബലം ഉള്ളവര്, വർഷങ്ങളായി താമസിക്കുന്നവരാ. അവര് ചിന്തിച്ചാൽ നടക്കും മാനുഷികമായ നിലയില്. എന്നാൽ ഞങ്ങൾക്ക് അവിടെ ഒരു കൈത്താങ്ങൽ തരാനോ, നമ്മുടെ പാവപ്പെട്ടതായ വിശ്വാസികൾ മാത്രം പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാ. അപ്പൊ ഞങ്ങൾ അവരുടെ മരുമോള് മുഖാന്തരം ഞങ്ങൾ ഈ വിഷയം അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ദൈവസ്ഥനെ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഞങ്ങൾ വേറൊരു വീട്ടിലേക്ക് പോയി. നമ്മുടെ ചർച്ച് വരുന്ന നെൽസൺ ബ്രദർ എന്ന് പറയും, അവരുടെ വീട്ടിൽ ഞങ്ങൾ 3 ദിവസം ആന്റി ഞങ്ങൾ ഒന്നിച്ച് ഉപവസിച്ചു പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം ഞങ്ങൾ കടന്നു വരുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ താമസിക്കുന്ന ഓണർ ബോംബെയിലാണ്. പുള്ളിക്കാരനും വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലായി ഞങ്ങളെ ഇവിടുന്ന് മാറ്റുമെന്നുള്ളത്. ഞങ്ങൾക്ക് ഈ ഓണറുമായിട്ട് ബന്ധപ്പെടാൻ പേടി. പക്ഷെ ഞങ്ങള് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ ഈ ഓണർ റസാക്ക് എന്ന് പറയും, ഈ മനുഷ്യനെ ഉണ്ണിച്ചാനെ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു,
ചേട്ടാ എന്തുകൊണ്ട്, പാസ്റ്റർ എന്തുകൊണ്ട് വിശേഷം, സന്തോഷമായിരിക്കുന്നു. പിന്നെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇവിടെ എന്റെ കോമ്പൗണ്ടിനകത്ത് ഒരു BJP-ക്കാരനും ഒരുത്തനും വന്ന് നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല. എനിക്ക് ഇവിടെ നിങ്ങളെ കുറിച്ച് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയുവാനിടയായി. സ്വർഗത്തിലെ ദൈവമാണ് ആ മനുഷ്യനെ കൊണ്ട് അത് പറയിപ്പാനിടയായത്. അങ്ങനെ അച്ചായൻ വെല്ലുവിളിച്ചു 24 മണിക്കൂറിനകം വിടുവെന്ന്. പക്ഷേ സ്വർഗത്തിലെ ദൈവം ആ ദേശത്ത് തന്നെ സ്ഥലം വാങ്ങിക്കുവാനും ആലയം പണിയുവാനിടയായി. ഈ പറഞ്ഞ അച്ചായൻ അവിടുന്ന് 5 കിലോമീറ്റർ മാറിപ്പോയി സ്ഥലം മേടിക്കേണ്ടി വന്നു. ദൈവത്തിന്റെ പ്രവൃത്തി എത്ര! ദൈവമാണ് സഭയെ പണിയുന്നവന്. സഭയുടെ ഉടമസ്ഥൻ ദൈവമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്ന്. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള വെല്ലുവിളിയിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ഒന്നുകൊണ്ടും ഭാരപ്പെടില്ല. സകലത്തിന്റെയും ഉടമസ്ഥൻ സൃഷ്ടാവ് കർത്താവാണ്. കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങിപ്പോകും. എല്ലാം നീങ്ങിപ്പോയാലും ഒരിക്കലും ദൈവത്തിന്റെ നാമത്തിന് മാറ്റം വരുത്തത്തില്ല. കാരണം ദൈവത്തിന്റെ പ്രവൃത്തി വലിയവനാണ്. കാരാഗൃഹത്തിൽ വീരപ്രവൃത്തി ചെയ്താണ്. എവിടൊക്കെ നശിപ്പിക്കുമെന്നും എവിടൊക്കെ ഇല്ലാതാക്കുമെന്നും പറഞ്ഞിടത്തെല്ലാം സഭകൾ വളർന്നിട്ടുണ്ട്. ഇന്നും നമുക്ക് കാണാം, നമ്മുടെ ചുറ്റുപാടിൽ സുവിശേഷ വിരോധികളും മറ്റു പ്രശ്നങ്ങളൊക്കെ മാഞ്ഞടിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇതിന് നിൽക്കുന്നത്? ഇതിന്റെ ഉടമസ്ഥൻ ദൈവമാണ്. ദൈവത്തിന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയും. ആ കുടുംബം തന്നെ ഞങ്ങൾക്ക് സ്നാനത്തിന് പോകുവാൻ അവിടുത്തെ ചേട്ടനാണ്, ജോർജ് ചേട്ടനാണ് ഞങ്ങളെ സ്നാനം നടക്കുമ്പോൾ ഈ അച്ചായൻ അറിയാതെ അനേക കടവുകൾ കൊണ്ട് കാണിച്ച് നമുക്ക് അവിടെ കടൽ തീരം തോട് ചേർന്ന് കിടക്കുന്ന അവിടെയൊക്കെ കൊണ്ടുപോയി, ബേക്കൽ ഫോർട്ടിന്റെ ഒക്കെ സൈഡിലാണ് ഞങ്ങൾ പലപ്പോഴും സ്നാനം നടത്തുന്നത്. എന്നാൽ അവിടെ പരസ്യമായി സ്നാനം നടത്താനൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ ആ വീട്ടുകാര് അവരുടെ വീട്ടില് അവര് മീൻകുളം പണിത്, മീൻകുളമാണെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് സ്നാനക്കുളം പണിത് ആ വീട്ടിൽ സ്നാനം നടന്നിട്ടുണ്ട്. ആദ്യത്തെ സ്നാനം നടത്തിയത് ചർച്ചകോളിൽ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന വർഗീസ് എബ്രഹാം പാഷാണ്. മീൻകുളത്തിലാണ് ആദ്യത്തെ സ്നാനം, 3 സ്നാനം നടക്കുന്നത്. അത് കഴിഞ്ഞ് 2 പ്രാവശ്യമേ ഞങ്ങള് പിന്നെ ബേക്കൽ ഫോർട്ടിൽ, ഒന്ന് ചന്ദ്രഗിരി പാലത്തിന്റെ അടുത്തും പോയി സ്നാനപ്പെടുത്തിയത്. അതിനുശേഷം ഈ വീട്ടിലെ മരുമകൾ എന്ന് പറഞ്ഞ വ്യക്തി ഞങ്ങൾക്ക് വേണ്ടി അവര് മീൻകുളമാണെന്നും പറഞ്ഞു പണിതിട്ട് അവിടെ സ്നാനം നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെ അനവധി സന്ദർഭങ്ങളിൽ കാണുവാനിടയായി. അങ്ങനെ ഞങ്ങൾക്ക് 12 സെന്റ് സ്ഥലം അവിടെ കിട്ടി. അവിടെ ആരാധന കെട്ടിടം പണിയണമെങ്കിൽ വലിയ പൈസ വേണം. നമുക്കിവിടെ പെർമിഷനൊക്കെ ബുദ്ധിമുട്ടാണ് കിട്ടിയെങ്കിലും ഞങ്ങളൊരു വീടായിട്ടാണ് പണിതത്. അങ്ങനെ അവിടെ ചർച്ചിന്റെ പണി ആരംഭിച്ചു. ഓഫീസിൽ നിന്നും അനേക ദൈവദാസന്മാർ, ദൈവമക്കൾ അതിനെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ആലയത്തിന്റെ പണി ഏകദേശം എല്ലാം പൂർത്തീകരണത്തിലെത്തി. തേപ്പൊന്നും നടന്നില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തേക്കാറ് തന്നെ ഞങ്ങൾ ആലയത്തിനകത്തിലേക്ക് മാറുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ സഭയിലും ആൾക്കാർ വർദ്ധിക്കുവാനിടയായി. അവിടെ പൊയിനാച്ചിൽ ഒരു BSc നേഴ്സിംഗ് സ്ഥാപനം ഉണ്ട്, ഡെന്റലിന്റെ ഉണ്ട്. അവിടുന്ന് കുട്ടികളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ആരാധന നടന്നുകൊണ്ടിരുന്നു. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് കിണറില്ലായിരുന്നു, വെള്ളത്തിന് സ്രോതസ്സില്ലായിരുന്നു. അപ്പൊ ഞങ്ങളുടെ തൊട്ടടുത്ത് 10 സെന്റ് സ്ഥലം മേടിച്ചിരിക്കുന്നത് ഒരു മാഷാണ്, ക്രിസ്ത്യാനിയാണ്, പൈലി മാഷ് എന്ന് പറയും. അപ്പൊ മാഷ് വീട് പണിയുന്നതിന് മുമ്പേ കൊൽക്കിണർ അടിച്ചു. അപ്പോൾ നമുക്ക് ധാരാളം വെള്ളം മാഷ് തരും. അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം മാഷ് വെള്ളം തന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും നമ്മളൊരു ചർച്ചാണല്ലോ, നമുക്ക് എന്ന് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്നോർത്ത് ഞങ്ങൾ ഒരു കിണർ വേണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഓഫീസിന്റെ സഹായത്തോടെ കുവൈറ്റ് ചർച്ച് കോഡില് ദേവദാസൻ ബന്ധപ്പെട്ട് ഒരു 5000 രൂപ ഞങ്ങൾക്ക് അയച്ചു തന്നു. അപ്പോൾ 5000 രൂപയ്ക്ക് ഒരിക്കലും കിണർ പണി നടക്കത്തില്ല. അപ്പോൾ ദേവദാസൻ എന്നോട് പറഞ്ഞു, നമ്മള് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ആദ്യോടെന്താ പഠിക്കുമ്പോൾ വിശ്വാസത്തിന് വേണ്ടിയാണ്, വിശ്വാസത്തിലാ ദൈവത്തിന്റെ പ്രവൃത്തി എപ്പോഴും വെളിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ യോർദാനിന്റെ കരയ്ക്ക് എത്തിയപ്പോൾ പുരോഹിതന്മാര് വെള്ളം കണ്ട് അറച്ചു നിൽക്കുകയല്ല ചെയ്തത്, വിശ്വാസത്തോടെ യോർദാനിൽ അവിടെ ഉള്ളംകാലി ചവിട്ടിയപ്പോഴാണ് യോർദാൻ അവർക്ക് 2ആയി പിരിഞ്ഞു മാറിയത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ 5000 രൂപ നമ്മൾ വെച്ചോണ്ടിരുന്ന ഒരിക്കലും ഇത് വർദ്ധിക്കത്തില്ല. നമ്മൾ വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെക്കണം. അത് ദൈവത്തിന്റെ പ്രവൃത്തി എപ്പോഴും അങ്ങനെ. നമ്മളെല്ലാം തികഞ്ഞിട്ട് ചെയ്യാൻ ആഗ്രഹിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. നമ്മുടെ കയ്യിൽ എന്താ? കാരണം ആ ബാലകന്റെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനുമാണ് അതിനെ പോഷിപ്പിച്ചത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള എന്താണെന്ന് ആ കർത്താവ് നോക്കുന്നത്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, 5000 രൂപയും കൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ അവിടെ ഒരു കോൽ കിണർ കുത്തണമെങ്കിൽ 2000 രൂപയാണ് അന്ന്.
അപ്പോൾ അവിടെ ഈ പാറയാണ്, വെട്ടുകല്ലാണ്. അത് വെട്ടിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതിന് പ്രത്യേക ആൾക്കാരുണ്ട് ഈ വെട്ടുകല്ല് വെട്ടുന്നത്. അപ്പൊ ഞങ്ങൾ അതിന്റെ ആൾക്കാരെ കണ്ടിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു, അന്ന് മോനും മോക്കും ചിക്കൻ ബോക്സ് വന്നു. അപ്പൊ അവർക്ക് 2 മാസം 1 മാസം മിച്ചം സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ആ മാസത്തെ ഫീസ് 2000 രൂപ രണ്ടുപേരുടെയും കൂടെ, അതും കൂടെ എടുത്ത് നമുക്ക് 8000 രൂപയാക്കിയിട്ട് പറഞ്ഞു നമുക്ക് ഒരു 4 കോലോളം നമുക്ക് വെട്ടി നിർത്താം. എന്നിട്ട് ബാക്കി പാസ്റ്റർക്ക് ജോലിയൊക്കെ ഏകദേശം അറിയാം, നമുക്ക് തന്നെ ചെയ്യാം, ഞങ്ങൾ രണ്ടുപേരും എല്ലാ പണികളും ചെയ്യും. അപ്പൊ എന്നോട് പറഞ്ഞു നമുക്ക് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഈ കിണറിന്റെ ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞാമു എന്നാണ് ആ ചേട്ടന്റെ പേര്, അണ്ണന്റെ പേര്. പറഞ്ഞു, ഇതുപോലെ ഞങ്ങളുടെ കയ്യിൽ 8000 രൂപയേ ഉള്ളൂ. ഈ 8000 രൂപയുടെ പൈസ തീരുമ്പോൾ ഞങ്ങൾ പണി നിർത്തും, ബാക്കി പിന്നെ പൈസ ആകുമ്പോൾ ചെയ്യിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ, കാരണം നമ്മൾ പറഞ്ഞിട്ട് വേണമല്ലോ ചെയ്യാൻ. അങ്ങനെ ആ അണ്ണൻ അത് സമ്മതിച്ച് ഞങ്ങൾ ആ പണി ആരംഭിച്ചു. 8000 ആയപ്പോഴത്തേക്കിന് ഓഫീസിൽ പറഞ്ഞപ്പോൾ കേശവൻ സാറ് 10000 രൂപ അയച്ചു തന്നു. അങ്ങനെ 9 കോല് വരെ നിന്നു. 9ാമത്തെ കോലായപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസ തീർന്നു. അപ്പോൾ ഞങ്ങള് ആ അണ്ണനോട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലെ പൈസ തീർന്നു, ഇനിയും ബാക്കി പൈസ വന്നിട്ട് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇവരെ രണ്ടുപേരെ ഹെൽപ്പ് ചെയ്യും. ഇവർക്ക് ഞാൻ ഭക്ഷണമൊക്കെ വെച്ചു കൊടുക്കും. അവർ അരി സാധനം കൊണ്ടുവരും, ഞാൻ അതെല്ലാം വെച്ചു കൊടുക്കും. പാസ്റ്റർ ഇവരെ ഹെൽപ്പ് ചെയ്തപ്പോൾ ഞങ്ങളൊരു ആത്മാർത്ഥ ഒരു ബന്ധമായി. അപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഈ കിണറിന്റെ പണി പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. എൻ്റെ ഭാര്യയുടെ പൊന്ന് ഞാൻ കൊണ്ട് പണയം വെച്ച് ഈ കിണർ വൃത്തിയാക്കി തന്നിട്ടേ പോകത്തുള്ളൂ. സാർ ഒന്നും വിഷമിക്കണ്ടേ, എനിക്ക് പിന്നീട് പൈസ തന്നാൽ മതിയെന്ന്. എന്നാൽ അതിനിട വന്നില്ല. പിന്നെയും ഓഫീസിൽ നിന്ന് 5000 രൂപയും കൂടെ അയച്ച് ആ കിണറിന്റെ പണി പൂർത്തീകരിച്ച് അത് കെട്ടിക്കഴിഞ്ഞപ്പോൾ 1000 രൂപ ഞങ്ങൾക്ക് മിച്ചം വന്നു. നിസ്സാരമായിട്ട് വിഷവാണിക്കാർ നമ്മുടെ ഇവിടെ ബോക്സ് കളക്ഷൻ ഉണ്ടായിരുന്നു. അവര് ഒരു ദിവസം രാവിലെ വന്നപ്പോൾ അവര് പറഞ്ഞു, ഇന്നത്തെ കളക്ഷൻ ഞങ്ങൾക്ക് തരാമെന്ന്. അങ്ങനെ അവര് വരെ ഞങ്ങളെ കാമ്പസ് ക്രൂസൈഡ്, അങ്ങനെ പലരും, ആന്റണി ബ്രദർ ഉണ്ട് കാലിക്കട്ട് കർത്താവിന്റെ വേല ചെയ്യുന്ന, അവരെ അങ്ങനെ പലരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് ആ കിണറിന്റെ പണി വിജയകരമായി പൂർത്തീകരിപ്പാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഗലീല കടലില് ഒരു മീന്റെ വയറ്റിലെ ദ്രമ്മയെ കണ്ട കർത്താവ് അവിടിവിടങ്ങളായി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. സമയത്തെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. നമ്മൾ പലപ്പോഴും മുന്നമേ നമുക്ക് വേണം, എന്നാൽ ദൈവത്തിന് നാമം മഹത്വപ്പെടണമെങ്കിൽ തക്ക സമയത്തെ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങനെ ആ കിണറ്റിൽ ധാരാളം വെള്ളം ലഭിക്കാനിടയായി. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ മക്കളുടെ ചിക്കൻ ബോക്സ് കഴിഞ്ഞു, അവരെ സ്കൂളിൽ വിട്ടു. സ്കൂളിൽ വിട്ടപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസ ഒന്നുമില്ല. ഞങ്ങൾ ആകെപ്പാടെ വിഷമിച്ച് അവിടെ കടന്നു ചെന്നപ്പോൾ ഫെബ്രുവരി മാർച്ചായി, ഫീസ് ക്ലോസ് ചെയ്യണം. അപ്പോൾ മക്കളോട് പറഞ്ഞു വിട്ടു, ഫീസ് ഈ 2 ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളെ പുറത്ത് നിർത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ മോനും വന്നിട്ട് പറഞ്ഞു, പപ്പ ഫീസ് അടച്ചില്ലേ, പുറത്ത് നിർത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ പപ്പ പറഞ്ഞു, പുറത്ത് നിർത്തുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി, ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് നിർത്തിയില്ല, പിറ്റേ ദിവസം നിർത്തുമെന്ന് സാറ് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ദേവദാസൻ പറഞ്ഞു, ഞങ്ങളുടെ 700 രൂപയുണ്ട്, ഏകദേശം 10,000-3000 രൂപ അടുത്ത് വരും. അപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് പോയി സാറിനെ ഒന്ന് കണ്ട് സംസാരിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ചാച്ചാ സ്കൂളിൽ ചെന്നു. ഓഫീസിൽ ചെന്ന് സാറിനെ കണ്ട് ഞങ്ങൾ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഒരു സാവകാശം കൂടെ തരണം, ഇങ്ങനെ പൈസ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് കൈമറിഞ്ഞു പോയി, ഞങ്ങൾ എത്രയും വേഗത്തിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാറ് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ പോലെ ഉള്ളവരെ അല്ല ഉദ്ദേശിച്ചല്ല ഞങ്ങൾ പറയുന്നത്, ഇവിടെ പൈസ ഉണ്ടായിട്ടും കെട്ടാത്ത ആൾക്കാരുണ്ട്, അവരെ ഉദ്ദേശിച്ചാ പറഞ്ഞു. സാരമില്ല. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, താഴെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. താഴെ ക്ലർക്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് എല്ലാം പറഞ്ഞു. കുഞ്ഞുങ്ങളുടെ ഡയറി എടുത്തോളാൻ പറഞ്ഞു. ഞങ്ങൾ ആ ഡയറിയും കൊണ്ട് അവിടെ കടന്നു ചെന്നു. ഈ പ്രിൻസിപ്പാൾ തങ്കപ്പൻ പിള്ള എന്ന് പറയും, ഈ സാർ അകത്ത് പോയി ഡയറിയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ട് ഡയറി ഞങ്ങളെ തിരിച്ചേൽപ്പിച്ചു. ഞങ്ങൾ ഡയറി നോക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ 2 പേരുടെയും ഫീസ് ഈ തങ്കപ്പൻ പിള്ള എന്ന് പറഞ്ഞ പ്രിൻസിപ്പാൾ അടച്ചു. ഞങ്ങൾ ചിന്തിച്ചു, ദൈവമേ, ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂള്, ഒരു നായരായ ഒരു വ്യക്തി, ഈ മനുഷ്യന് ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല, ഇതെങ്ങനെ സംഭവിച്ചു? ഇത് യഹോവയാൽ സംഭവിച്ചു. ഞങ്ങളുടെ ദൃഷ്ടിയിൽ അത് ആശ്ചര്യമായി തീരുവാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലുതാണ്. അങ്ങനെയാണ് കാസർഗോഡ് ജില്ലയിൽ ഞങ്ങളെ ഒത്തിരി അനുഭവങ്ങൾ പറയുവാനുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ കൂടെ കർത്താവ് ഞങ്ങളെ അവിടെ വഴി നടത്തി.
ഒടിയില് ആലയത്തിന്റെ പണി പൂർത്തീകരിക്കുവാന് ഞങ്ങളുടെ കയ്യിൽ സഭയ്ക്കും അതിനുള്ള സപ്പോർട്ട് ഇല്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം ഒരു സാറ് ലൂസൂട്ടി സാർ കടന്നു വരികയും സാർ അതിന് വേണ്ട നന്മകൾ തന്നു. അങ്ങനെ ആലയത്തിന്റെ പണികളെല്ലാം ഏകദേശം പൂർത്തീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അവിടുന്ന് ഞങ്ങൾക്ക് 44 സ്ഥിര അംഗങ്ങളും ഏകദേശം 60 വിശ്വാസികളോളം കർത്താവ് അവിടെ തന്നു. 11 വർഷം കാസർഗോഡ് ജില്ലയിൽ കർത്താവിന്റെ വേല ചെയ്തു. സുവിശേഷ വിരോധികളുടെ മർദ്ദനം ഏറ്റിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. കാരണം ദൈവത്തിന് വേണ്ടി കടന്നു പോകുമ്പോൾ പ്രതിസന്ധികൾ, പ്രശ്നങ്ങളുണ്ട്. നമ്മളൊരു യുദ്ധക്കളത്തിലാണ് ആയിരിക്കുന്നത്. നമുക്ക് പോരുകളും പോരാട്ടങ്ങളും ഉണ്ട്. എന്നാൽ അതിനെ ജയിക്കുക, അതിന്മേൽ വിടുതൽ നേരുക, സർവായുധം വർഗം ധരിക്കുക, ഇതാണ് ദൈവത്തിന്റെ വചനം. അങ്ങനെ ദൈവം ഞങ്ങളെ അവിടുന്ന് കൊണ്ടുവന്നു. കണ്ണൂര് പരിഹാരത്ത് ഞങ്ങൾക്ക് 3 വർഷം കർത്താവിന്റെ വേല ചെയ്യുവാൻ ഇടയായി. അവിടെ സുവിശേഷ വിരോധികളുടെ അക്രമങ്ങൾ ഏറ്റുവന്നാൽ അവിടെയൊക്കെ ദൈവം നിർത്തി സഭയെ ദൈവം പണിതു. അതിനുശേഷം ഞങ്ങൾക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളെ ആ നാട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായി കയറി കിടക്കുവാൻ ഒരു വീടില്ലായിരുന്നു. നേരത്തെ വീടുണ്ടായിരുന്നു. ഞങ്ങള് താമസമില്ലാത്തതുകൊണ്ട് ആ വീട് നഷ്ടപ്പെട്ടു പോയി. അത് ഞങ്ങള് വേറൊരാൾക്ക് ഇതിന്റെ സാധനങ്ങളെല്ലാം കൈമാറുവാൻ ഇടയായി. എന്നാൽ ഞങ്ങൾ ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഞങ്ങളുടെ കൈകളിൽ ഒന്നുമില്ല. എന്നാൽ ജോൺ ബി നൈനാച്ചാന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് HMIയുടെ നേതൃത്വത്തിൽ 1,20,000 രൂപ ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായി. അങ്ങനെ ഞങ്ങൾ വീടിന് അടിസ്ഥാനം ഇട്ടു. എന്നാൽ ഞങ്ങളുടെ കൈകളിൽ വേറെ പൈസ ഒന്നുമില്ല. വേറൊരു സാർ 20,000 രൂപ തന്നു. അങ്ങനെ ഞങ്ങൾ തന്നെ പ്ലാൻ വരച്ച് 3 ബെഡ്റൂം, 1 ഹാള്, അടുക്കള, സിറ്റൗട്ട് അടങ്ങിയ ഒരു വീടിന് ഞങ്ങൾ തന്നെ പ്ലാൻ വരച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ തന്നെ പണി ആരംഭിച്ചു. അതിന്റെ തേക്കുന്നതിന് മുമ്പേ തന്നെ അതിൽ കയറി പാർത്തു. ഞാൻ 1-2 അനുഭവം കൂടെ പറഞ്ഞു അതിന്റെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പാർത്തപ്പോൾ ഞങ്ങളെ ജനലിന് പാളി വെച്ചിട്ടില്ലായിരുന്നു. ദേവദാസന് ഈ പാളിയില്ല, അതിന് ഈ പച്ച നെറ്റ് മേടിച്ചടിച്ചു. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്നത് ഒരു മുസ്ലിം ഏരിയയാണ്. 900 കുടുംബങ്ങളാണ് ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന വാർഡില്. ഞങ്ങൾ 2-3 പേരേ ഉള്ളൂ ക്രൈസ്തവരായിട്ടുള്ളത്. ബാക്കി മൊത്തം മുസ്ലിംസ് ആണ് ഇവിടെ കൂടുതൽ താമസിക്കുന്നത്. അപ്പുറത്തെ സൈഡിലുണ്ട് ക്രൈസ്തവര്. എന്നാൽ അപ്പോൾ ഇവിടെ അങ്ങനെ കള്ളമാട് ശല്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ പകല് പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് ഒത്തിരി ക്ഷീണിച്ച് രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഒരു ഏകദേശം 11-12 മണി ആയപ്പോൾ എന്റെ കഴുത്തേൽ ഇങ്ങനെ ഒരു കൈയുടെ ഒരു ശക്തി, കൈ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഓർത്ത് ഉറക്കത്തിൽ ദേവദാസന്റെ കൈ ആയിരിക്കുന്നു. പക്ഷെ ഈ കൈ ഞാൻ തടഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ബലിഷ്ഠമായ ഒരു വല്ലാത്ത ഒരു കൈയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ദേവദാസന്റെ കൈ അല്ല എന്നുള്ളത്. അപ്പൊ ഞാൻ അവിടെ കിടന്നുകൊണ്ട് എന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ കള്ളനാന്ന് തോന്നുന്നു, എഴുന്നേക്കെന്ന് പറഞ്ഞു. അപ്പോൾ പാഷ നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിന് ഞാൻ ഈ കൈക്ക് കയറി പിടിക്കുകയും ചെയ്തു. എനിക്ക് ഭയം ഒന്നും തോന്നിയില്ല. ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ ആ കൃപയും ഒന്നും മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ ഭയപ്പെട്ട് വലുതും സംഭവിക്കാമായിരുന്നു. ദേവദാസന് ചാടി എഴുന്നേറ്റപ്പോ തന്നെ ഞാൻ പെട്ടെന്ന് ഈ കൈ വിട്ടു. ഈ വെളിയിൽ നിന്ന കള്ളനും പേടിച്ചു പോയി. കാരണം അയക്കും വല്ലാത്തൊരവസ്ഥ. അയാള് വേഗം കയ്യാലെ എടുത്ത് ചാടി. പാസ്റ്ററും മോനും വേഗം വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേന് അയാള് ചാടി ഓടിപ്പോയി. എന്നാൽ അത് കഴിഞ്ഞ് ഞങ്ങള് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ദേവദാസനെ ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന പാ മൊത്തം ജനലെ വെച്ച് അങ്ങ് അടിച്ചെടുത്തു വെച്ചു. കാരണം പെരക്കകത്ത് മൊത്തം ഇരുട്ടായി. അലമാരയെല്ലാം കൊണ്ട് അവിടെ പിടിച്ചു വെച്ചു. ജനലെല്ലാം ഇങ്ങനെ അടച്ചുറപ്പിച്ച്. ഞങ്ങൾക്ക് എനിക്ക് അതിലെല്ലാം ഉപരി എനിക്ക് ഭയങ്കര വിഷമം വന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, എല്ലാ ദിവസവും ഈ ഭവനത്തിൽ പ്രാർത്ഥനയും ആരാധനയും ഉയരുന്ന ഭവനമാണ്. പിന്നെ ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുന്നവരാണ്. പിന്നെ എന്തിന് ഞങ്ങളുടെ വീട്ടിൽ ഈ കള്ളൻ കയറി? എന്നെ വളരെയധികം വേദനിപ്പിച്ചു. അപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ വചനമാണ് എപ്പോഴും ബലപ്പെടുത്തുന്നത്. ഇങ്ങനെ പൗലോസ് പറയുന്നു, കള്ളന്മാരാലുള്ള ആപത്ത്, കരയിലെ ആപത്ത്, കടലിലെ ആപത്ത്, ഈ വചനം എന്നെ ക്രിയ ചെയ്യുവാൻ ഇടയാക്കി. നമ്മളെ ലോകത്തായിരിക്കുമ്പോൾ എല്ലാവിധമായ പ്രതിസന്ധികൾ കൂടെയും കടന്നു പോയേ മതിയാവും എന്നുള്ളത് ആ വചനത്തിൽ ഞാൻ ഉറച്ചു. അത് കഴിഞ്ഞപ്പോൾ മുറ്റത്ത് ഒരു ചെറിയ തേക്ക് നിന്നു. ദേവദാസൻ വിശ്വാസത്താൽ അത് വെട്ടിയിട്ടു. അർപ്പിക്കുവാൻ വഴിയൊന്നുമില്ല. എന്നാൽ ഏകദേശം 1 മാസം കഴിയുന്നതിന് മുമ്പേ ഞങ്ങളെ അറിയാത്ത ഒരു ചായന്, ഞങ്ങൾക്ക് അറിയുന്ന ഒരു പാസ്റ്റർ മുഖാന്തരം ഞങ്ങൾക്ക് 45,000 രൂപ അയച്ചു തരുവാനും ആ ജനലിൽ വെക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഒരു വശത്ത് ദുഃഖം വന്നെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആ ദൈവത്തിന്റെ
കരുതൽ ഞങ്ങൾക്ക് രുചിച്ചറിയുവാനിടയായി. അങ്ങനെ അനേക സന്ദർഭങ്ങൾ കൂടെ ദൈവം നടത്തി വീടിന്റെ പണികൾ പൂർത്തീകരിച്ചു. കുഞ്ഞുങ്ങൾക്ക് ദൈവം വിദ്യാഭ്യാസം കൊടുത്തു. മോനെ M.Com പഠിച്ച് ഇപ്പോൾ ഒരു ജോലിയിലായിരിക്കുന്നു. മോള് 4th ഇയർ നേഴ്സിംഗിലായിരിക്കുന്നു. അനേക അനുഭവങ്ങൾ ഇനിയും ഷെയർ ചെയ്യുവാനുണ്ട്. എങ്കിലും ദൈവം ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുകയാണ്. ജീവിതത്തിലെ വന്ന പ്രതിസന്ധികളൊക്കെയും പലപ്പോഴും തീർന്നു പോകും, ഇനിയും മുന്നോട്ട് വഴിയില്ലാതെ ചിന്തിച്ച അനുഭവങ്ങളുണ്ട്. എന്നാൽ അവിടൊക്കെയും ദൈവത്തിന്റെ കരം, എലിയാവിനെ പോറ്റിയ ദൈവം ഞങ്ങളെ വിശ്വസ്തയോടെ പോറ്റി. ദൈവത്തിന്റെ കരുതൽ ഞങ്ങൾക്ക് ഓരോ ദിവസവും ഇന്നും ആ കരുതൽ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഈ 1 വർഷമായിട്ട് സഭാ മിനിസ്ട്രി ഇല്ല, എങ്കിലും ഞങ്ങൾ പരസ്യ സ്ഥലങ്ങളിൽ പോയി കർത്താവിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം ഞങ്ങളെ നടത്തുന്നു. ഇത്രേ ഉള്ളൂ. എന്റെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, നിലവിളിയില്ലാത്ത, കഷ്ടതയില്ലാത്ത ഒരു നാടാണ് കർത്താവ് ഒരുക്കുന്നത്. ഈ ലോകത്തിലെ സകല പ്രതിസന്ധികൾക്ക് ഒരു വിരാമം കുറിക്കുന്ന ഒരു നാളുണ്ട്. എന്റെ കർത്താവിന്റെ വരവ് അല്ലെങ്കിൽ മരണം. അവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ് എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രത്യാശ. അനവധി പ്രതിസന്ധികൾ കൂടെ കടന്നുപോയെങ്കിലും ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തെ നിലനിർത്തിയത്. ദൈവമാണ് ഇത്രത്തോളം നടത്തിയത്. ആ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഈ കർത്താവിനെ കൈവിടല, ഈ അരുമനാഥനെ കൈവിടല. ഈ ദൈവമാണ് ഏറ്റവും വലിയ ദൈവം. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാൻ സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് നിശ്ചയമായി നിങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കർത്താവ് സർവശക്തനായ ദൈവമാണ്. ആ അപ്പച്ചനെ കൈവിടാതെ നമുക്ക് എല്ലാവർക്കും ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, 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 ആമേൻ. കർത്താവിന്റെ ആശീസ് ഇന്ദു ഉണ്ണികൃഷ്ണൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കുവാൻ ദൈവം കൃപ ചെയ്ത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ഹിന്ദു കുടുംബത്തില് 3 പെൺമക്കൾ, തികഞ്ഞ മദ്യപാനിയായ പിതാവ്, ജീവിതത്തിലെ സമാധാനവും സന്തോഷവും ഇല്ലാതിരുന്ന ഒരു ബാല്യകാലം, മാതാവിനുണ്ടാകുന്ന അസഹനീയമായ തലവേദന, ഈ പ്രതിസന്ധിയുടെ നടുവില് ഇനി ജീവിതം മുന്നോട്ട് പോകുമോ എന്ന് ആശങ്കപ്പെട്ടു. മാതാവിന് ബ്രെയിൻ ട്യൂമർ ആണെന്ന് തിരിച്ചറിയുന്നു. അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം അത്ഭുതകരമായ സൗഖ്യം ആ മാതാവിന് കൊടുക്കുന്നതായ ഒരു അനുഭവം. അതിലൂടെ കർത്താവിനെ കണ്ടുമുട്ടുവാനും ആ കുടുംബം മദ്യപാനം ഉപേക്ഷിച്ചു, മറ്റുള്ള എല്ലാ പശ്ചാത്തലങ്ങളും ഉപേക്ഷിച്ചിട്ട് സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ കുടുംബമായി സമർപ്പിക്കപ്പെടുന്ന ആ ഒരു അനുഭവം. പിന്നത്തേതിൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ശേഷം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിക്കുവാനിടയായി തീർന്നു. എന്നാൽ ചില രോഗങ്ങൾ, ചില പ്രയാസങ്ങൾ ഉണ്ടായതിനുള്ള ബന്ധത്തില് ഒരുപക്ഷെങ്കിൽ ഇനിയും കർത്താവിൻ്റെ വേലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നാശങ്കപ്പെട്ടിരിക്കുമ്പോൾ ഒരു ദൈവദാസനുമായുള്ള ആ ഒരു വിവാഹബന്ധം, കുടുംബജീവിതം ആരംഭിക്കുന്നു. ഒരുപാട് കഷ്ടതകളുടെ അനുഭവം. മലബാറിന്റെ പ്രദേശത്ത് വിവിധ ഇടങ്ങളിൽ പോയി കർത്താവിനെ സാക്ഷീകരിക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ, അനേകരെ പാപത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന് ജീവങ്കലേക്ക് വഴി നടത്തുവാൻ, നിത്യതയിലേക്ക് അടുപ്പിക്കുവാൻ കർത്താവ് ഉപയോഗിക്കുവാനിടയായി. ഇതിനാലിടയിൽ ജീവിതത്തിൽ കടന്നു വന്നതായ വൈഷമ്യമേടുകൾ നിരവധിയാണ്. എങ്കിലും അതിൻ്റെയൊക്കെ നടുവിൽ ദൈവത്തിൻ്റെ കരം, അത്ഭുതമാർന്ന കരം കൂടെയിരുന്നു അത്ഭുതകരമായി വഴി നടത്തുവാനിടയായി തീർന്നു. പട്ടിണിയും പരിവട്ടവും പ്രയാസവും രോഗവും ദുഃഖവും നിന്ദകളും ആക്ഷേപങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും അതിൻ്റെയൊക്കെ നടുവിൽ സ്നേഹനിധിയായ സർവശക്തനായ കർത്താവിൻ്റെ ശക്തിയുള്ള കരം കൂടെയിരുന്നു. കരം പിടിച്ചു, വഴി നടത്തി. ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല എന്ന് ഞങ്ങൾക്കറിയാം. കർത്താവിൻ്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ആ അനുഗ്രഹിക്കപ്പെട്ട നല്ല അനുഭവങ്ങളും ഓർമ്മകളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ ദൈവം കൃപ ചെയ്ത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്തു. കർത്തൃദാസിയെയും കുടുംബത്തെയും ശുശ്രൂഷാ മണ്ഡലങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, നിങ്ങളുടെ ജീവിതത്തില് നിരവധി സംഭവങ്ങൾ, സാഹചര്യങ്ങൾ
നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രിയപ്പെട്ടവരാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്നല്ലോ. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളെ നിങ്ങൾ തിരിച്ചറിയുവാൻ തയ്യാറായാൽ ദൈവത്തിന് നിങ്ങളും പ്രയോജനമുള്ളവരായിത്തീരും. നിങ്ങൾ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായ അല്ലെങ്കിൽ ജീവിതത്തിൽ കടന്നു വരുന്നതായ ഓരോ സാഹചര്യങ്ങൾ അത് ദൈവത്തെ അറിയുവാനും ദൈവത്തോട് ചേർന്നിരിക്കുവാനും ദൈവഹിതത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നാം തിരിച്ചറിയുമ്പോൾ നമ്മളതിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ കർത്താവേ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുണ്ട്. ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ ഇടയായിത്തീരും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും. നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിയും. ആകയാൽ വിശ്വസിക്കൂ. നിങ്ങളുടെ കുടുംബത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, ബിസിനസ്സിൽ, നിങ്ങളുടെ തലമുറയെക്കുറിച്ചുള്ളതായ ആശങ്കകൾ, നാളെയെക്കുറിച്ചുള്ളതായ ചിന്തകൾ ഒക്കെ മാറിപ്പോകട്ടെ. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവിന് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ പ്രശ്നത്തിൽ പരിഹാരം തരുവാൻ സർവശക്തനാണ്. രോഗത്താൽ, ദുഃഖത്താൽ, സാമ്പത്തിക ഞെരുക്കത്താൽ, നാളെയെക്കുറിച്ച് ഉള്ള ആശങ്കയാൽ ഒക്കെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ മദ്യം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളുടെ ഉപഭോഗം ഇവയാലൊക്കെ അടിമയായി ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. യേശുവിന് നിങ്ങളെ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിയും. കണ്ണുകൾ അടയ്ക്കൂ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കൂ, ഒരു നിമിഷം പ്രാർത്ഥിക്കൂ. കർത്താവേ, ഞാനിതാ എന്നെ സമർപ്പിക്കും. എന്നെയും എൻ്റെ വിഷയങ്ങളെ സമർപ്പിക്കും. എൻ്റെ കുടുംബത്തെ ഞങ്ങളുടെ കരങ്ങളെ ഭരമേൽപ്പിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കർത്താവിന് വേണ്ടി ഭരമേൽപ്പിക്കൂ. നിങ്ങളുടെ ഭവനം കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കൂ. യേശുവിൻ്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നോ എന്ന് രുചിച്ചറിയുവാൻ, തിരിച്ചറിയുവാൻ ഇടയായി തീരുമാറാകട്ടെ. സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായിരുന്നാലും അതിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ കേൾക്കുവാൻ നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരോമ ടിവിയുടെ ഓരോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ഇന്ദു ഉണ്ണികൃഷ്ണൻ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം കർത്താവേ. അപ്പാ, ദൈവം ചെയ്ത നന്മകളെ കുറിച്ച് കർത്താവെ വർണ്ണിപ്പാൻ തന്ന അവസരത്തിനായി നന്ദി പറയുന്നു. വിദ്യാലയ ഞങ്ങളെ കർത്താവെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരെയും നിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, പലവിധമായ ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും കർത്താവെ, പ്രതിസന്ധിയുടെയും മധ്യ ആയിരിക്കുന്നവരുണ്ട് കർത്താവെ. എന്നാൽ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാകയാൽ അത് ഓരോ ഹൃദയങ്ങളെയും രൂപാന്തരപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമെന്ന് പറഞ്ഞ കർത്താവെ, ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടെ ഏത് പ്രതിസന്ധി ആയിരുന്നാലും കർത്താവ് അവിടുന്ന് വിടുവിക്കണമേ. സ്വർഗത്തിലെ ദൈവം അവിടെ മേൽ കരം വയ്ക്കണമേ. അവർക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും അവിടെ ഹൃദയങ്ങളിൽ നൽകുമാറാകണമേ. യേശുവിന്റെ സമാധാനോടെ ഭവനങ്ങളിൽ വാഴുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ. വൃദ്ധാൽ നേതൃത്വം കൊടുക്കുന്ന കർത്താസിനായി, കുടുംബത്തിനായി, ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇത് അനുഗ്രഹിക്കപ്പെടുവാൻ, മാനിക്കപ്പെടുവാൻ, ഇത് മുഖാന്തരം അനേകരെ യേശുവിനെ അറിയുവാൻ, അനേകർക്ക് കർത്താവെ ആശ്വാസമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹീതമായ സാക്ഷ്യം പങ്കുവയ്ക്കാൻ സമയം വേർതിരിച്ച കർത്താവിന്റെ ദാസി സിസ്റ്റർ ഇന്ദു ഉണ്ണികൃഷ്ണനുള്ളതായ നന്ദി, സ്നേഹവും ഇത്തരണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസിയും കുടുംബത്തെ ശുശ്രൂഷകളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല, ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട് ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ്റെ കൂടി ആയിത്തീരുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മെസ്സേജുകൾ അയക്കുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ
മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com